വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. തുടർന്ന് പാസ്റ്റർ ബിജു ഡൊമിനിക് അവറുകൾ ദൈവജനം ശുശ്രൂഷിക്കുന്നു. കർത്തൃദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. വളരെ അനുഗ്രഹീതമായ നല്ല പകലിനായി കർത്താവിനെ സ്തുതിക്കുന്നു. 2026 ആരംഭ ചൊവ്വാഴ്ചയാണ് നമ്മളിന്ന് കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ ഡെലിവറൻസ് മീറ്റിങ്ങുകളെല്ലാം ദൈവം അനുഗ്രഹപ്രദമാക്കി തീർക്കുവാനിടയായി. അനേകായിരങ്ങൾക്ക് ഈ മീറ്റിംഗ് അനുഗ്രഹമായി തീരുവാനിടയായി തീർന്നല്ലോ. ഈ പുതുവർഷത്തിലും ഈ ഡെലിവറൻസ് മീറ്റിങ്ങിലൂടെ അനേകർ പിടിപ്പിക്കപ്പെടുവാനിടയായി തീരണം. അതിനായിട്ട് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പ്രത്യേകാല കർത്താവിൻ്റെ അഭിഷിക്തൻ പാസ്റ്റർ ബിനു വാഴമുട്ടം കുടുംബം, വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠ അഭിഷിക്തന്മാർ, കൊയർ ടീം, കടന്നു വന്ന ദൈവമക്കൾ, മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന പ്രിയമുള്ളവർ എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിപ്പാനിടയായി തീരട്ടെ. ഇന്ന് പകലത്തെ ചിന്തയ്ക്കാസ്പദമാക്കി ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ നമുക്ക് വേഗത്തിലൊന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 20-21 വാക്യങ്ങൾ. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലടച്ച് എല്ലാവരും ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഇന്ന് പകൽ എന്നോടൊന്ന് സംസാരിക്കണം, അവിടുത്തെ ശബ്ദം എന്നെ ഒന്ന് കേൾപ്പിക്കണം. എല്ലാവരും പ്രാർത്ഥിച്ച്, ആരും മൗനമായി ഇരിക്കരുത്. എല്ലാ അധരങ്ങളും തുറന്നൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, നിന്റെ വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽ എൻ്റെ മേലൊന്ന് പകരണമേ എന്ന്. കർത്താവേ, എന്തിനായി ഈ വചനം ഞങ്ങൾക്ക് തന്നോ ആ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേലൊന്ന് പകരണമേ എന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. ഞങ്ങൾക്ക് തന്ന നല്ല വചനത്തിനായി നന്ദി പറയുന്നു. ഈ വചനത്തിലൂടെ അങ്ങ് തന്നെ സംസാരിക്കണം. മഴയും ഹിമവും ആകാശത്തുനിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം അത് ഭൂമിയെ നനച്ച് ഫലവത്തായി ഇത് വിളയിക്കുന്ന പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയോ ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്ത സർവശക്തനായ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽ ദൈവസഭയുടെ മേൽ, ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും അങ്ങ് പകരാൻ പോകുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. അവിടുത്തെ സ്പർശനം ഞങ്ങളുടെ മേൽ അവിടുന്ന് അയക്കണമേ. അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കും. നാഥ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നാം വായിച്ച വാക്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ കേട്ടു. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. ഇത് യേശു പറഞ്ഞ ഒരു ഉപമയാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ 2 വിധത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, എപ്പോഴും സന്തോഷിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ. അവർക്ക് ഒരു ടെൻഷനും ഇല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. എപ്പോഴും അവരുടെ ഉള്ളിൽ എന്തായിരിക്കും? ഒരു സന്തോഷമാണ്. 2, എന്തൊക്കെ സന്തോഷങ്ങൾ ഉണ്ടെങ്കിലും അത് പുറമേ കാണിക്കാത്ത ആളുകൾ. ഈ 2 വിധത്തിലുള്ള ആളുകളെയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ചില ആളുകളുണ്ട്, അവർക്ക് എത്ര സമ്പന്നതയുണ്ടായാലും എത്ര അനുഗ്രഹങ്ങൾ ലഭിച്ചാലും അവരെ പുറമേ അതൊന്നും എന്ത് ചെയ്യത്തില്ല, കാണിക്കത്തില്ല. ചിലരൊന്നുമില്ലെങ്കിലും അവരുടെ മുഖത്തെപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാവും. അവരെപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കും അവരുടെ ജീവിതം. പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ദാരിദ്ര്യം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ദാരിദ്ര്യം എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സിൻ്റെ വലിപ്പം അനുസരിച്ചല്ല. നമ്മുടെ പേഴ്സ് അല്ല നമ്മുടെ ദാരിദ്ര്യത്തെ നിർണ്ണയിക്കുന്നത്. നമ്മുടെ ദാരിദ്ര്യം എവിടെയാണെന്നറിയോ? നമ്മുടെ ഹൃദയത്തിലാണ്. അതിൻ്റെ എക്സാമ്പിൾ പറയാം. നമ്മുടെ പേഴ്സ് നിറച്ച് പൈസ ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സ് ദരിദ്രമാണെങ്കിൽ നമ്മൾ എന്നും ദരിദ്രനായിരിക്കും. നമ്മുടെ പേഴ്സ് കാലിയാണെങ്കിലും നമ്മുടെ മനസ്സ് സമ്പന്നമാണെങ്കിൽ നമ്മൾ സമ്പന്നനായിരിക്കും. ഇതിലേത് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി.
പേഴ്സ് കാലിയാണെങ്കിലും സമ്പന്നനെ പോലെ നടക്കുന്നവനാണ് ഒരു ദൈവ പൈതൽ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങളൊന്നുമില്ലാത്തവരാ, പക്ഷെ ഞങ്ങളെല്ലാം ഉള്ളവരെ പോലെ നടക്കും, ഞങ്ങളെല്ലാം ഉള്ളവരെ പോലെ സംസാരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഈ ബിനു പാസ്റ്റർ പറയുന്ന പ്രൊജക്റ്റുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എല്ലാം വലിയ വലിയ പ്രൊജക്റ്റുകളാണ് പറയുന്നത് അല്ലേ? അപ്പൊ ചിലരെങ്കിലും ചിന്തിക്കും ബിനു പാസ്റ്റർ ഇഷ്ടം പോലെ കാശുള്ളത് കൊണ്ടായിരിക്കും. കാശുള്ളത് കൊണ്ടല്ല, മനസ്സ് സമ്പന്നമായതുകൊണ്ടാണ്. ഇന്ന് പകൽ ഞാൻ പറയാം, നമ്മുടെ മനസ്സ് സമ്പന്നമാണെങ്കിൽ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ പറയും. 2026 ഞാൻ ചില വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഇന്ന് പകൽ നിങ്ങൾക്ക് പറയാൻ കഴിയണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് സമ്പന്നമായിരിക്കണം. ഹല്ലേലൂയ. മനസ്സ് സമ്പന്നമാണെങ്കിൽ ഈ ടെൻഷൻസ് ഒന്നും നമുക്കുണ്ടാവത്തില്ല. ഇതെല്ലാം പ്രശ്നം എവിടാണെന്നറിയോ? നമ്മുടെ മനസ്സാണ്. ഇനി ഒരു സത്യം ഞാൻ പറയാം, എന്തെല്ലാം നമ്മൾ വെട്ടിപ്പിടിച്ചാലും നമ്മുടെ ആഗ്രഹങ്ങൾ തീരുകയില്ല. ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങൾ എന്ത് ചെയ്യത്തില്ല, തീരത്തില്ല. ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട്, സംഭവ കഥയാണ്. ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരിക്കലും ഒരു ഭിക്ഷക്കാരൻ വിശന്ന് പൊരിഞ്ഞു വരിക. അവൻ വീടുകൾ കയറി ഇറങ്ങി ഭിക്ഷയാചിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു വീട്ടിൽ കയറിയപ്പം അവർ പറഞ്ഞു, ഇവിടെ പൈസ ഒന്നും ഇരിപ്പില്ല എന്ന് പറഞ്ഞു. അപ്പം ഇയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും ഒന്ന് തരാമോ? അപ്പൊ സഹോദരി പറഞ്ഞു, കഴിക്കാനൊന്നും ആയില്ല, തലേ ദിവസത്തെ ചോറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, പഴങ്കഞ്ഞി ആയിട്ടുണ്ട്, അത് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, അത് മതി, കാരണം വിശപ്പ് കൊണ്ട് സഹിക്കാൻ വയ്യ. ഒരു പാത്രത്തിൽ കഞ്ഞി എടുത്തു കൊണ്ടുവന്ന് ഇയാളുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു. ഇയാൾ ആർത്തിയോടെ അത് 2 വാ വാരി കഴിച്ചു. വിശപ്പ് കൊണ്ട് 2 വാ വാരി കഴിച്ചു. 2 വാ വാരി കഴിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ഓർക്കുന്നു, ഇതിന് ഉപ്പില്ല, എന്തില്ല, ഉപ്പില്ല. അപ്പൊ ഇയാൾ ചോദിച്ചു, കൊച്ചമ്മ ഇച്ചിരി ഉപ്പ് തരാമെന്ന് ചോദിച്ചു. ഉടനെ കുറച്ച് ഉപ്പ് കൊണ്ട് കൊടുത്തു. ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും ആ കഞ്ഞി 2 വാ വാരി വായിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഒരു വിഷമം, ഒരു ഇച്ചിരി അച്ചാർ കിട്ടിയായിരുന്നെങ്കിൽ ഇച്ചിരിയുടെ ടേസ്റ്റി ആയനെ. അപ്പൊ ചോദിച്ചു, കൊച്ചമ്മ അച്ചാർ ഇരിപ്പുണ്ടോ ഇച്ചിരി തരാൻ? ഉടനെ ഇച്ചിരി അച്ചാർ എടുത്തുകൊണ്ട് കൊടുത്തു. അച്ചാർ കൂട്ടി 2 വാ കഴിച്ചു കഴിഞ്ഞപ്പം ഇയാളെ അടുത്ത് ചോദിച്ചു, ഇന്നലത്തെ മീൻകറിയുടെ ബാക്കി വല്ലതും ഇരിപ്പുണ്ടോ? ഒരു ഇച്ചിരി ചാറ് ഇങ്ങോട്ട് ഒഴിച്ചായിരുന്നെങ്കിൽ സ്തോത്രം, ഇച്ചിരിയുടെ ടേസ്റ്റ് വന്നേനെ. ഇച്ചിരി മീൻചാറ് കൊടുത്തു. അപ്പൊ ഇയാൾക്ക് ആദ്യം ഒരൊറ്റ പ്രശ്നമുള്ളായിരുന്നു, വിശപ്പടങ്ങുക എന്നുള്ള ഒറ്റ പ്രശ്നമുള്ളായിരുന്നു. പക്ഷെ വിശപ്പടക്കാനുള്ളത് കിട്ടിക്കഴിഞ്ഞപ്പോ അയാൾക്ക് അടുത്ത പ്രശ്നങ്ങൾ ആരംഭിക്കുക. ഇതാണ് മനുഷ്യന്റെ സ്വഭാവം. മനുഷ്യൻ എന്തൊക്കെ നേടിയാലും എന്തൊക്കെ കിട്ടിയാലും അവൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, തൃപ്തനാകത്തില്ല. മഹാനായ തത്വചിന്തകനായ അരിസ്റ്റോട്ടൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഏതൊരു മനുഷ്യനും എത്ര വലിയ സന്തോഷമാണെങ്കിലും 7 ദിവസത്തിൽ കൂടുതൽ അവനിൽ നിലനിൽക്കില്ല എന്ന്. എത്ര വലിയ സന്തോഷം ഒരു മനുഷ്യൻ അനുഭവിച്ചാലും 7 ദിവസത്തിൽ കൂടുതൽ ആ സന്തോഷം അവന് നിലനിൽക്കുകയില്ല എന്ന്. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് 7 ദിവസത്തെ സന്തോഷം വേണോ, ജീവിതകാലം മുഴുവനുള്ള സന്തോഷം വേണോ? ഈ ലോക മനുഷ്യൻ എന്തിലെങ്കിലും സന്തോഷിച്ചാൽ മാക്സിമം 7 ദിവസമേ അവൻ അതിൽ സന്തോഷിക്കാൻ കഴിയത്തുള്ളെങ്കിൽ, നിത്യത വരെ നിലനിൽക്കുന്ന ഒരു ദിവ്യമായ സന്തോഷത്തെക്കുറിച്ചാണ് ഇന്ന് പകൽ ഞങ്ങളിവിടെ പ്രസംഗിക്കുന്നത്. അത് നിത്യമായതാണ്, നിലനിൽക്കുന്നതാണ്. അത് കാരാഗ്രഹത്തിനകത്താണെങ്കിലും, അത് ദ്വീപിന്റെ നടുക്കാണെങ്കിലും, അത് കടലിന്റെ നടുക്കാണെങ്കിലും, എത്ര വലിയ പ്രതിസന്ധിയുടെ നടുക്കാണെങ്കിലും അവൻ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്, അവൻ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട്. ആ സമാധാനമാണ് ഇന്ന് പകൽ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിതത്തിന്റെ പേരാണ് ക്രിസ്തീയ ജീവിതം. ഇവിടെ ദരിദ്രരായാലും സമ്പന്നരായാലും അവരതിൽ സംതൃപ്തരായിരിക്കുമെന്നുള്ളതാണ്. യേശു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ദരിദ്രർ ഭാഗ്യവാന്മാരാണ്. ആരാണ് ദരിദ്രർ? ഭാഗ്യവാന്മാരാ. എന്ത് ദരിദ്രരാ? ആത്മാവിൽ ദരിദ്രർ അല്ലേ? എന്തിലാ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകണ്ടേ? അതിൽ നമുക്ക് ഒട്ടും ദാരിദ്ര്യം ഇല്ല, അല്ലാത്തതിലെല്ലാം നമുക്ക് ഭയങ്കര ദാരിദ്ര്യമാണ് അല്ലേ? ഭയങ്കര ദാരിദ്ര്യമാണ്. നിങ്ങൾക്ക് കല്യാണം വിളിച്ച അന്ന് മുതൽ വീട്ടിൽ സഹോദരിമാർ തുടങ്ങും, എനിക്ക് നല്ലൊരു ചുരിദാറുണ്ടോ, ഒരു നല്ല സാരി ഉണ്ടോ, എനിക്കൊരു നല്ല ചുരിദാർ എടുത്ത് തന്നിട്ടുണ്ടോ,
4 അലമാര നിറച്ചിരിക്കുക. എന്നിട്ടും പറയും എനിക്കൊരു നല്ല ചുരിദാറില്ല. അപ്പൊ തുണിക്കെല്ലാം ദാരിദ്ര്യമാണ്, തുണിക്കെല്ലാം ദാരിദ്ര്യം അല്ലേ? അച്ഛൻ ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ഉടനെ പറയും അച്ഛാ പഞ്ചസാര തീർന്നു, വരുമ്പോൾ മേടിച്ചോണ്ട് വരണം, ഇല്ലെങ്കിൽ കട്ടൻ കുടിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ചുമ്മാ പോയി ആ പഞ്ചസാര പാത്രം തുറന്നു നോക്കിയേ, ഒരാഴ്ചത്തേക്കുള്ളത് പഞ്ചസാര അതിനകത്ത് കാണും. എന്നാലും ദാരിദ്ര്യ അല്ലേ? പോകാൻ നേരത്തെ പറയും അരി തീർന്നു, അരിപ്പാത്രം തുറന്നു നോക്കിയേ, 10 ദിവസത്തേക്കുള്ള അരി അതിനകത്ത് കാണും. ദാരിദ്ര്യ. എന്ത് ഈ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്തുവാ? ദാരിദ്ര്യം നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കല്ലേ ദാരിദ്ര്യം. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താ? തികയാത്ത അവസ്ഥയാണ്. എന്ത് കിട്ടിയാലും തികയാത്ത ഒരവസ്ഥയുണ്ടല്ലോ, അതിൻ്റെ പേരാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളിലും നമുക്ക് ദാരിദ്ര്യമുണ്ട്. പൈസയുടെ കാര്യം പിന്നെ പറയുകയും വേണ്ട, അത് ദാരിദ്ര്യമാ അല്ലേ? മൊത്തത്തിൽ അങ്ങ് ദാരിദ്ര്യ. പൈസ ഒന്നും ഇല്ല കയ്യിൽ, അങ്ങ് ദാരിദ്ര്യ. അപ്പൊ ബാക്കി എല്ലാ കാര്യത്തിലും നമുക്ക് ദാരിദ്ര്യമുണ്ട്. പക്ഷെ യേശു ആ ദാരിദ്ര്യത്തെ കുറിച്ചല്ല പറഞ്ഞത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എന്താ ഈ ആത്മാവിലെ ദാരിദ്ര്യം? എന്താ ആത്മാവിലെ ദാരിദ്ര്യം? എത്ര കിട്ടിയാലും തികയാത്ത ഒരവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥ ഫീൽ ചെയ്യുന്നുണ്ടോ? ഓ, ഞങ്ങള് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പിന്നെ 2 വാക്ക് അന്യഭാഷയും കിട്ടി, നമ്മൾ തൃപ്തരായി. നമ്മുടെയൊക്കെ ഉപവാസ പ്രാർത്ഥനയിലെ വിഷയങ്ങൾ തന്നെ നമ്മൾ എഴുതുന്നതിൻ്റെ ഏറ്റവും ലാസ്റ്റ് എങ്ങാനും ആത്മീകമായി വളർച്ചയ്ക്കായി, ഏറ്റവും ലാസ്റ്റ് തല ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അതുമില്ല. ബാക്കി മുഴുവൻ നമ്മുടെ പ്രശ്നങ്ങളാണ്. കൊച്ചിൻ്റെ വിദ്യാഭ്യാസം, കൊച്ചിൻ്റെ കല്യാണം, വീട് പണി, കടബാധ്യതകള്, അത് ഇത് മുഴുവൻ നമ്മൾ എഴുതും. ഏറ്റവും ലാസ്റ്റ് സ്ഥലം ഉണ്ടെങ്കിൽ, അത് എല്ലാവരും അല്ല, ചിലരൊക്കെ ചെയ്യും, ആത്മീക വളർച്ചയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന്. കണ്ടോ, നമ്മൾ കൊടുക്കുന്ന സ്ഥാനം ഏറ്റവും അവസാനമാണ്. അപ്പോൾ യേശു പറഞ്ഞത് നിങ്ങൾക്ക് ആത്മാവിലൊരു ദാരിദ്ര്യമുണ്ടോ? എത്ര കിട്ടിയാലും ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണം എന്ന ഒരു വാഞ്ച നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ? എത്ര കിട്ടിയാൽ ഇനിയും വേണം, ഇനി എന്തെങ്കിലും കൂടെ ഉണ്ടോ, ഇനി കർത്താവിൽ നിന്ന് എനിക്ക് പ്രാപിക്കാൻ കഴിയുമോ? അങ്ങനെ ഒരു വാഞ്ച നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാവിൽ ദരിദ്രരാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ബൈബിളിലൊരു വാക്യമുണ്ട്, ആഴി ആഴിയെ വിളിക്കുന്നു. എന്തിനെ? ആഴി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? അടിത്തട്ടാണ് അല്ലേ? സമുദ്രത്തിന്റെ അടിത്തട്ടിനെയാണ് ആഴി എന്ന് വിളിക്കുന്നത്. ആഴിയെ വിളിക്കുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ഇനിയും ആഴമുണ്ടോ എന്ന് എനിക്കൊന്നറിയണമെന്ന്. ഇന്ന് പകൽ എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആത്മശക്തിയാൽ നിറയപ്പെട്ട് ഒരിക്കലും തൃപ്തിയാകാത്ത ഒരു ജീവിതമുണ്ടല്ലോ, അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ സന്തോഷം, അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗ്യം. എത്ര കിട്ടിയാലും ആത്മീകമായ ഒരു ദാരിദ്ര്യം നിനക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നീ ഒരു യഥാർത്ഥ ദൈവ പൈതലാണ്. എത്രത്തോളം ആസ്വദിച്ചാലും എത്രത്തോളം അനുഭവിച്ചാലും ആ സാന്നിധ്യം മതിയാകുന്നില്ല കർത്താവേ എന്ന് നിനക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ നീയാണ് യഥാർത്ഥ ഒരു ദൈവ പൈതൽ. ഹല്ലേലൂയ. നമുക്കറിയാം, എഹെസ്കേൽ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ പഴയ നിയമ ദേവാലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് ഒരു നദി ഒഴുകി. എന്തൊഴുകി? നദി ഒഴുകി. പ്രവാചകൻ കാണുക, ഒരു നദി ഒഴുകി. നദി ഒഴുകിയപ്പോ തന്നെ ഒരളവുകാരനും വന്നു അളക്കാനായിട്ട്. അവൻ വന്നങ്ങ് അളക്കാൻ തുടങ്ങി. 1000 മുഴ വളർന്നു, 1000 മുഴ വളർന്നു, 1000 മുഴ വളർന്നു. ഇവൻ അളക്കുന്ന മുഴുവൻ എന്താണെന്നറിയാമോ? ദൂരമാണ്. ഇതിന്റെ ദൂരം അളന്നുകൊണ്ട് ഒരു കാര്യമില്ല, ഇതിന്റെ ആഴം അളക്കണം. ആഴം അളക്കാൻ മുഴക്കോല് കൊണ്ടല്ല, ആഴം അളക്കാൻ എന്നെ കൊണ്ട്, നമ്മളെ കൊണ്ട് വേണം അളക്കാൻ. പ്രൈസ് ദി ലോർഡ്. അളവുകാരൻ വന്ന് അളന്നു പോയത് മുഴുവൻ എന്തായിരുന്നു? ദൂരമായിരുന്നു. 1000 മുഴ വളർന്നു, 1000 മുഴ വളർന്നു, 1000 മുഴ വളർന്നു. അന്നേരം ഈ ഒരു മനുഷ്യൻ വന്നിട്ട് പറയാ, ഇനി ഞാനൊന്ന് അളക്കട്ടെ. ഈ മനുഷ്യൻ അളക്കാൻ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തങ്ങ് വെച്ചു. എന്നിട്ട് അവൻ പറഞ്ഞു 2 അടിയായെന്നല്ല, നരിയാണിയോളമായി.
എന്നിൽ ഞാൻ അളക്കുക. ഇന്ന് പകൽ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇത് എഴുതി കുറിച്ച് പ്രസംഗക്കുറിപ്പുമായിട്ട് പോകാനല്ല, ഇത് എന്നിൽ ഞാനൊന്ന് അളന്നിട്ട് പോകാൻ. ഇന്ന് പകൽ എത്ര പേര് പറയും, കർത്താവേ, ഒരു പ്രസംഗം കേട്ടു പോകാനല്ല, എന്നിൽ അതൊന്ന് അനുഭവിക്കാൻ, എൻ്റെ ശരീരത്തിൽ അതൊന്ന് അനുഭവിക്കാൻ, എൻ്റെ മനസ്സിൽ ആ സന്തോഷമൊന്ന് കണ്ടെത്താൻ ഇന്ന് പകൽ എന്നെ സഹായിക്കണമെന്ന് ഇന്ന് പകൽ എത്ര പേര് പ്രാർത്ഥിക്കും? ആ മനുഷ്യൻ പറയുക, ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു വെച്ചു, നരിയാണിയോളമായി. അടുത്ത സ്റ്റെപ്പ് വെച്ചു, മുട്ടോളമായി. അടുത്ത സ്റ്റെപ്പ് വെച്ചു, അരയോളമായി. നിർത്തിയോ? നിർത്തിയില്ല. നമ്മളൊക്കെ അവിടെ എത്തുമ്പോൾ നിർത്തും. മതി 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 മതി, ഇത്ര മതി, ഇത്ര മതി. ഇതിൽ കൂടുതലായി ചിലപ്പം വീഴാൻ സാധ്യതയുണ്ട്. ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ കൺട്രോൾ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് വേണ്ട? അരയ്ക്ക് മേളിലേക്ക് വേണ്ട. പക്ഷെ ഈ മനുഷ്യൻ പറഞ്ഞു, അല്ല, ഇതിൻ്റെ ആഴം എനിക്കൊന്നറിയണം, ഇതിൻ്റെ ആഴം എനിക്കൊന്നറിയണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇയാൾക്ക് ആഴം അറിയാൻ പറ്റിയോ? ഇയാൾക്ക് ആഴം മനസ്സിലാക്കാൻ പറ്റിയോ? ഇല്ല. ഇന്നുവരെ ലോക ചരിത്രത്തിൽ ഒരുത്തനും പറ്റിയിട്ടില്ല ഇതിൻ്റെ ആഴം മനസ്സിലാക്കാൻ. ഇവൻ അടുത്ത സ്റ്റെപ്പ് എടുത്തു വെച്ചപ്പോ തലയ്ക്ക് മുകളിൽ വെള്ളമായി, തലയ്ക്ക് മുകളിൽ വെള്ളമായി. എന്നാൽ അളവ് കംപ്ലീറ്റ് ചെയ്തില്ല. ഓ സ്തോത്രം! കാരണം തലയ്ക്ക് മുകളിൽ വെള്ളമായി കഴിഞ്ഞാൽ ഇവന് തറയിൽ കാലൂന്നാൻ പറ്റില്ല, അല്ലേ? തലയ്ക്ക് മേളിൽ വെള്ളമായാൽ ആദ്യം സംഭവിക്കുന്ന കാര്യം എന്താ? കാല് പറഞ്ഞു പോകും തറയെന്ന്, അല്ലേ? കാല് തറയെന്ന് പറഞ്ഞു പോകും. അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എവിടാ? നരിയാണിയോളം വെള്ളത്തിൽ നിന്നിട്ടാ കാല് പറഞ്ഞു എന്ന്, അല്ലേ? അങ്ങനൊന്നും കാല് പറയത്തില്ല. കാല് പറയണമെങ്കിൽ തലയ്ക്ക് മുകളിലെത്തണം, അളവ് കൂടണം, ലെവല് കൂടണം. 1974 പ്രാപിച്ച സന്തലപടപടയായിട്ട് ഇന്നും നീ ഇരുന്നാൽ നിന്റെ കാല് പറയത്തില്ലെന്ന്. ഇത് ഓരോ ദിവസവും എന്ത് ചെയ്യണം? ഇത് വർദ്ധിക്കണം. വർദ്ധിച്ച് 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 ഓരോ ദിവസവും വർധനവിലേക്ക് വന്ന് ഇത് നിന്റെ തലയ്ക്ക് മുകളിലാകുമ്പോൾ നീ നീന്താൻ തുടങ്ങും. ഹല്ലേലൂയ! അവിടെയാണ് നമ്മൾ നീന്താൻ ആരംഭിക്കുന്നത്. എന്തൊരു സന്തോഷമാണെന്നറിയോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ അന്യഭാഷ പറയുന്ന എത്ര പേരുണ്ട്? അന്യഭാഷ ദൈവത്തെ ആരാധിക്കുന്നവർ. നിങ്ങൾക്കൊരു സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ ഈ അന്യഭാഷ ദൈവത്തെ ആരാധിക്കുമ്പോൾ? അയ്യോ, എന്തൊരു സമാധാനം, അല്ലേ? നമ്മുടെ ടെൻഷൻ എല്ലാം അങ്ങ് മാറി നമ്മൾ സ്വർഗത്തിലെത്തിയ ഒരു ഫീലാ, അല്ലേ? എന്തൊരു സന്തോഷമാണ്, അല്ലേ? ചിലരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരെ തന്നെ മറന്ന് എന്ത് ചെയ്യും? അവരാരാധിക്കും. അവർ വേറെ ഒന്നും എന്ത് ചെയ്യാറില്ല, നോക്കാറില്ല. ചിലർ CCTV പോലെയാ. ആരാധന നടക്കുമ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ആരൊക്കെ ആരാധിക്കുന്നുണ്ട്, ആരൊക്കെ ചാടുന്നുണ്ട്, ആരൊക്കെ തുള്ളുന്നുണ്ട്, ആരൊക്കെ കൈയടിക്കുന്നുണ്ട്, ഇങ്ങനെ കറങ്ങിക്കൊണ്ട് ജീവിതകാലം മുഴുവൻ കറങ്ങത്തേ ഉള്ളൂ. ഒരു ഗുണം ഉണ്ടാകത്തില്ല. പക്ഷെ ആ സമയത്തും തങ്ങളെ തന്നെ മറന്ന് ആത്മനിറവിൽ നീന്തി തുടിക്കുന്നവരുണ്ടല്ലോ, ഈ ആത്മീയ സന്തോഷം അനുഭവിക്കും. അവരാണ് ഭാഗ്യവാന്മാർ. ഈ ലോകത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും എന്തൊക്കെ തകർച്ചകൾ വന്നാലും അത് അവരെ ബാധിക്കത്തില്ല. അതിനപ്പുറത്തൊരു നിത്യ സന്തോഷം അവരുടെ അകത്ത് ദൈവം കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ! അപ്പോൾ ഈ മനുഷ്യൻ അടുത്ത സ്റ്റെപ്പ് എടുത്തു വെച്ചപ്പോൾ അത് എവിടെയായി? തലയ്ക്ക് മുകളിലായി. തലയ്ക്ക് മുകളിലായി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? നീന്തണം, നീന്തണം, നീന്തണം. ഈ ചില ആളുകൾ ഇങ്ങനെ നീന്തുമ്പം ചിലരിങ്ങനെ ഒഴുകി നടക്കുന്ന കാണാം. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ തലയ്ക്ക് മുകളിൽ വെള്ളം വന്നാലും ചിലർ മസിലും പിടിച്ച് നിൽക്കും. തലയ്ക്ക് മുകളിൽ വെള്ളം വന്നാലും ചിലർ മസിലും പിടിച്ചിങ്ങനെ നിൽക്കും. അപ്പം എന്താ സംഭവിക്കുന്നത്? തലയ്ക്ക് മുകളിൽ വെള്ളം ഉള്ളിടത്ത് മസിലും പിടിച്ച് നിന്നാൽ എന്തോ വരും? ഒന്നും വരത്തില്ല. പൊങ്ങി വരുമ്പോൾ 2 പീസ് പഞ്ഞിയും കൂടെ വെച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇങ്ങനെ പൊങ്ങി വന്ന കുറേ പുള്ളികളുണ്ട്. ഇതിങ്ങനെ പഞ്ഞിയും വെച്ച് ഒഴുകി നടക്കും, ഇങ്ങനെ ഒഴുകി നടക്കും. അവരാണ് ഇങ്ങനെ തല കറക്കി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ആരൊക്കെ ചാടി, ആരൊക്കെ തുള്ളി, അല്ലേ? സ്തോത്രം! എൻ്റെ ഭാര്യ ചാടുന്നുണ്ടോ, എൻ്റെ പിള്ളേർ ചാടുന്നുണ്ടോ? ഇനി ഇതെങ്ങാനും ചാടിയാ വീട്ടിൽ ചെല്ലുമ്പോൾ സുഖമായിരിക്കും. നമുക്ക് മര്യാദയ്ക്ക് അവിടെ അങ്ങനെ പോയി ഇരുന്നു കൂടെ? നീ എന്തിനാ കിടന്ന് ചാടുന്നേ? നീ എന്തിനാ കിടന്ന് തുള്ളുന്നേ? അമ്മമാരിക്കും അച്ഛൻ എന്നാത്തിൻ്റെ അസുഖമാണ്, അച്ഛൻ അവിടെ അടങ്ങി നിന്നാൽ പോരെ, അച്ഛൻ എന്തിനാ തുള്ളുന്നേ, അച്ഛൻ എന്തിനാ ചാടുന്നേ? സംഭവം എന്നാന്നറിയോ? അത് ചത്തൊഴുകി നടക്കുന്നതാണ്.
അത് ചത്തൊഴുകി നടക്കുന്നതാ, ഇത് ജീവനുള്ളതാ. സ്തോത്രം. ഇതിനകത്ത് രണ്ട് കൂട്ടരാ ഉള്ളേ. ഒന്ന് ഒഴുകി നടക്കുന്നവരുണ്ട്, മറ്റൊന്ന് നീന്തുന്നവരുണ്ട്. ഒഴുകി നടക്കുന്നവർ ഓർത്തോ, ഇത് വലിയൊരു കയത്തിലേക്കാണ് നീ മുങ്ങാൻ പോകുന്നത്. എന്നാൽ നീന്തുന്നവൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അവൻ ഒഴുക്കിനെതിരെ നീന്തും. ഈ ലോകത്തിന്റെ പാപമാകുന്ന ഒഴുക്കിനെതിരെ അവൻ നീന്തും. ഈ ലോകത്തിന്റെ പ്രതിസന്ധികൾക്കെതിരെ അവൻ നീന്തും. അവനെതിരെ വരുന്ന ആഭിചാരങ്ങൾക്കെതിരെ അവൻ നീന്തും. മന്ത്രവാദങ്ങൾക്കെതിരെ അവൻ നീന്തും. പോരാട്ടങ്ങൾക്കെതിരെ അവൻ നീന്തും. കാരണം സ്തോത്രം, ഈ നദിയുടെ പ്രത്യേകത, ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയോ ചലിക്കുന്ന പ്രാണികൾ ഉണ്ടാകും. ഹല്ലേലൂയ. ഇതിൽ ചലനമുള്ള നദിയാണ്, ഇത് ജീവനുള്ള നദിയാണ്. സ്തോത്രം. അതുകൊണ്ട് പഴയ നിയമ ആലയത്തിന് ഉമ്മരപ്പള്ളിയുടെ കീഴിൽ നിന്നൊഴുകിയ നദിയില് ജീവനുണ്ടായിരുന്നു. അത് നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, തലയ്ക്ക് മുകളിൽ. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നീന്തുന്നത്. നമുക്ക് ഇഷ്ടം പോലെ പാട്ടൊക്കെ ഉണ്ട്. ഏതാ? മുട്ടോളമല്ല, അരയോളം പോരാ, മതി 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 മതി. അപ്പം നമുക്ക് നല്ല പാട്ടൊക്കെ നമുക്ക് കാണാതെ അറിയാം. ഈ പാട്ട് പാടുന്നത് കാണണം, അതാ രസം. ഇസഡ് പോലെ അങ്ങോട്ട് നിന്നിട്ട് ആർക്കോ വേണ്ടി കയ്യും അടിച്ച് പറയുക, മുട്ടോളമല്ല, അരയോളമല്ല, ഞാൻ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണോ നീന്തുന്നേ? അങ്ങനല്ല നീന്തുന്നേ. ആ ശരീരം ഒന്ന് എന്ത് ചെയ്യണം? ഒന്ന് അനങ്ങണം. ഞാൻ പറയാം, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നൃത്തം ചെയ്ത് ആരാധിക്കാൻ പറ്റിയാൽ അങ്ങനെ ആരാധിക്കണം. നന്നായിട്ട് കൈയടിച്ച് ആരാധിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ആരാധിക്കണം. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയാമോ? ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി തട്ടിപ്പോകത്തില്ല, കൈ നന്നായിട്ട് അടിച്ചാൽ. കാരണം പമ്പിങ് കൂടും, ഹാർട്ടിന്റെ പമ്പിങ് കൂടും. ഇത് ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമാണ്. അവർ പറയുന്ന ഒരു കാര്യമാണ്, ഈ വിരലുകൾ 10 വിരലുകൾ ചേർത്തൊരുമിച്ചടിച്ചാൽ നമ്മുടെ ഹാർട്ടിന്റെ പമ്പിങ് കൂടും. കൂടിക്കഴിഞ്ഞാൽ ഈ അടഞ്ഞിരിക്കുന്ന സംഭവമൊക്കെ അങ്ങ് തുറന്നു പൊക്കോളും. സ്തോത്രം. ഇത് അനങ്ങുകയല്ലോ, അനങ്ങുകയല്ല. എന്നിട്ട് പരിപാടി തന്നെ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് 5 മണിയാകുമ്പം ഒരു നിക്കറും ഇട്ട് തൊപ്പിയും വെച്ച് ഇതാ പരിപാടി. രാവിലെ നടപ്പാ. ആ നടപ്പ് ഒഴിവാക്കണമെങ്കിൽ ഇവിടെ നന്നായിട്ടൊന്ന് ആരാധിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. നീ നന്നായിട്ട് നൃത്തം ചെയ്ത് കൈയടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചാൽ നിന്റെ ശരീരത്തിന് 90% അസുഖങ്ങൾ മാറും, നിന്റെ രോഗങ്ങൾ മാറിപ്പോകും, നിന്റെ മനസ്സിന് സമാധാനം ഉണ്ടാകും, നിനക്ക് സ്വസ്ഥതയുണ്ടാകും. കാരണം ഈ ആത്മനദിക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് ജീവനുള്ള നദിയാണ്, ഇത് ജീവിപ്പിക്കുന്ന നദിയാ. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൽ ഒരു നദി ഒഴുകിയതിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഏദനിൽ നിന്ന് ഒരു നദി ഒഴുകി, അത് 4 ശാഖകളായി പിരിഞ്ഞു. ഒന്നാമത്തതിന് പീശോൻ എന്നു പേർ. അത് ഹവീലാ ദേശമൊക്കെയും ചുറ്റുന്നു. ആ ദേശത്തിൽ പൊന്നുണ്ട്, ആ ദേശത്തിലെ പൊന്ന് മേൽത്തരമാകുന്നു. ഞാൻ നിങ്ങളൊരു മർമ്മം പറഞ്ഞു തരാം. ഹവീലാദേശത്തേക്ക് ഒഴുകുന്ന നദി, ഈ നദി ഒഴുകിക്കഴിഞ്ഞപ്പോൾ ഹവീലാദേശത്തുള്ളവർക്ക് ഒരു കാര്യം മനസ്സിലായി. ആ ദേശത്ത് എന്തുണ്ട്? പൊന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പൊന്ന് ഭൂമിക്കടിയിലാണോ ഭൂമിയുടെ മുകളിലാണോ? ഭൂമിക്കടിയിലാണ്. ഭൂമിക്കടിയിലുള്ള പൊന്ന് പുറത്തു വന്നത് എപ്പോഴാണെന്നറിയാമോ? ഈ നദി ഒഴുകിയപ്പോഴാണ്. ഈ പീശോൻ ഒഴുകിച്ചെന്നപ്പോൾ ആ മണ്ണ് മാറിയിട്ട്, മേൽമണ്ണ് പൂർണ്ണമായിട്ട് മാറിയിട്ട്, അതിനടിയിലുണ്ടായിരുന്ന ആ മേൽത്തരമായ പൊന്ന് അത് പൊങ്ങി വന്നു. ഇന്ന് പകൽ ഞാൻ ഒന്ന് വിളിച്ചു പറയാം, നിന്റെ നന്മകളെ മൂടി വെച്ചിരിക്കുന്ന, നിന്റെ അനുഗ്രഹങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്ന മേൽമണ്ണുകളെ മാറ്റിക്കളയാൻ ഈ ആത്മാവിന്റെ നദിയൊന്ന് ഒഴുകിയിറങ്ങിയാൽ ചിലരുടെ ഉള്ളിലേക്ക് ഈ ദൂത് ഇറങ്ങിച്ചെല്ലുകയാണ്. നിന്റെ പ്രതിസന്ധികൾ മാറിപ്പോകും, നിന്റെ തകർച്ചകൾ മാറിപ്പോകും, നിന്റെ നിരാശകൾ മാറിപ്പോകും. ഈ 2026 ചില മേൽത്തരമായത് ഉയർന്നു വരുന്ന വർഷമായി മാറട്ടെ. ഈ നദി ഒഴുകി തുടങ്ങിയാൽ ചിലതൊക്കെ അവിടെ സംഭവിക്കും. ഹല്ലേലൂയ. മേൽമണ്ണിനാൽ മൂടിക്കിടന്ന ആ മേൽത്തരമായത് അത് പുറത്തു വന്നു. അടുത്ത വാക്യം പറയുന്നത് എന്നാന്നറിയോ? അവിടെ ഗുൽഗുലു ഉണ്ട്.
അവിടെ ഗോമേതകമുണ്ട്. പ്രൈസ്തലോ. എന്തോ ഈ ഗുൽഗുലു എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കൽ ഒരു വിദേശ രാജ്യത്ത് ചെന്നപ്പോൾ ഞാൻ അവിടുത്തെ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഞങ്ങളിങ്ങനെ പുറത്ത് പോയി ഒരു സൂപ്പർ മാർക്കറ്റിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ ആ രാജ്യത്തെ ഭാഷയിൽ ഓരോന്നിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ പാത്രങ്ങളിൽ നിറച്ചു വെച്ചിരിക്കുക ഓരോ സാധനങ്ങൾ. അതിൻ്റെ എല്ലാം പേരും വിലയും എല്ലാം അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുന്തിരിക്കം പോലിരിക്കുന്നൊരു സാധനം. അപ്പം ഞാൻ എൻ്റെ കൂടെ ഉള്ള ആ സഹോദരനോട് ഞാൻ പറഞ്ഞു, ഇതെന്താ എഴുതി വെച്ചിരിക്കുന്നത്, വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ വായിച്ചു വന്ന കൂട്ടത്തിൽ ഗുൽഗുലു. അപ്പം ഞാൻ ഓർത്തടാ, ഇത് നമ്മുടെ സാധനമല്ലേ ഗുൽഗുലു. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്തിനുള്ള സാധനമാണ്? അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു, കടക്കാരനോട് ചോദിക്കാൻ പറഞ്ഞു. അയാൾക്ക് ഭാഷ അറിയാവുന്നതുകൊണ്ട് ഇയാൾ കടക്കാരനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇങ്ങനെയാ, ഇവിടെ ഒരു സൈസ് പാമ്പുണ്ട്. ഈ മരുഭൂമിയിലുള്ള പാമ്പാ, കൊടും വിഷമാണത്. ഈ സാധനം വീടുകളിൽ കയറാനുള്ള സാധ്യതയുണ്ട്. ഇത് വീടുകളിൽ കയറാതിരിക്കാൻ വേണ്ടി ഈ ഗുൽഗുലു മേടിച്ചുകൊണ്ട് പോയി ഇവർ പുകയ്ക്കും. ഇതിൻ്റെ പുക അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പാമ്പ് എന്ത് ചെയ്യത്തില്ല, കയറത്തില്ല. ഒന്നാമത് അവർ ഉപയോഗിക്കുന്നതാ. രണ്ട്, ഏത് രോഗം വന്നാലും ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിലേക്ക് 2 ഗുൽഗുലു ഇട്ട് കലക്കിയിട്ട് ഇവരതങ്ങ് കുടിക്കും. എല്ലാ രോഗങ്ങൾക്കും ഇത് നല്ല ഔഷധമാണെന്നാണ് ആ നാട്ടുകാർ വിശ്വസിക്കുന്നത്. അവരങ്ങനെയാണ് ചെയ്തു വരുന്നത് ദീർഘവർഷങ്ങളായിട്ട്. അപ്പം ദൈവാത്മാവ് എനിക്കൊരു വെളിപ്പാട് തന്നു. എടാ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാനുള്ള അധികാരം നിന്റെ മേൽ വന്നത് ഈ അഭിഷേകത്തിൻ്റെ ശക്തിയാല. ഈ നദി ഒഴുകി തുടങ്ങിയപ്പോൾ വെളിപ്പെട്ടു വന്ന സാധനമാ ഗുൽഗുലു. ഈ സാധനം നിന്റെ മേൽ ഒന്ന് വെളിപ്പെട്ടു വന്നാൽ ഒരു രോഗശക്തികൾക്കും നിന്നെ തൊടാൻ കഴിയത്തില്ല. ഒരു അന്ധകാര മണ്ഡലങ്ങൾക്കും നിന്നെ തകർത്ത് കളയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇതെപ്പോഴാ വെളിപ്പെട്ടു വന്നതെന്നറിയാമോ? നദി ഒഴുകിയപ്പോഴാ. 1-ാം നദിയായ പീശോൻ ഒഴുകി തുടങ്ങിയപ്പോൾ അവിടുന്ന് ചിലത് വെളിപ്പെട്ടു വന്നു. എന്തൊക്കെയാ? പൊന്ന്. വെറും പൊന്നല്ല, മേൽത്തരമായത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? ഡ്യൂപ്ലിക്കേറ്റ് പരിപാടിയല്ല, ഇത് ഒറിജിനൽ സാധന. ദൈവം തരുന്നതെല്ലാം ഒറിജിനലാ. ഇത് നിലനിൽക്കുന്നതാ. കുറച്ചാൾ കഴിയുമ്പോൾ കളറ് പോകുന്നതല്ലെന്ന്. ഇത് ഒറിജിനലാ ദൈവം തരുന്നത്. ആ ദേശത്തിലെ പൊന്ന് മേൽത്തരമാകുന്നു. ഹല്ലേലൂയ. അവിടെ ഗുൽഗുലു ഉണ്ട്. സ്തോത്രം. എന്താ? നിന്റെ മേലുള്ള അധികാരത്തെ കാണിക്കുന്നു. നമ്മുടെ മേലൊരു അധികാരമുണ്ട്. നമ്മൾ കൽപ്പിച്ചാൽ ചിലത് നടക്കും. ഹല്ലേലൂയ. യേശുവിൻ്റെ ശിഷ്യന്മാർ ഒരു ദേശത്ത് ചെന്നപ്പോഴേ അവരുടെ തലയ്ക്ക് മുകളിൽ വാണിരുന്ന അന്ധകാര ശക്തി അവരുടെ കാൽ ചുവട്ടിൽ വന്നു വീണു. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നു. യേശുവിൻ്റെ അടുക്കൽ അവർ മടങ്ങി വന്നു. കർത്താവേ, സ്തോത്രം, ഞങ്ങൾ ഒത്തിരി സന്തോഷവാന്മാരാ. യേശു ചോദിച്ചു, എന്താ നിങ്ങളുടെ സന്തോഷത്തിന് കാരണം? അവർ പറഞ്ഞു, യേശുവേ, സ്തോത്രം, സാത്താൻ ഞങ്ങൾക്ക് കീഴടങ്ങി, പിശാച് ഞങ്ങൾക്ക് കീഴടങ്ങി, പിശാച് ബാധിച്ചവർ ഞങ്ങളുടെ മുൻപിൽ കീഴടങ്ങി. യേശു അവരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ അവിടെ ചെന്നപ്പോ ഭൂതം ബാധിച്ചവർ നിലത്ത് കിടന്ന് ഉരുളുന്നത് നിങ്ങൾ കണ്ടു, ഭൂതം പുറത്താകുന്നത് നിങ്ങൾ കണ്ടു. പക്ഷെ ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ലൈവായിട്ടൊരു കാഴ്ച കണ്ടു. സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ഇന്ന് പകൽ ഒന്ന് വിളിച്ചു പറയാം, നീ അഭിഷേകത്തോടെ ഒരു ഭവനത്തിൽ കാല് ചവിട്ടിയാൽ, നീ അഭിഷേകത്തോടെ ഒരു ദേശത്ത് കാല് ചവിട്ടിയാൽ, ആ ദേശത്തിന്മേലോ ഭവനത്തിന്മേലോ വാഴുന്ന അന്ധകാര ശക്തി നിന്റെ കാൽ ചുവട്ടിൽ വന്ന് പതിക്കും. കാരണം എന്തെന്നറിയാമോ? നിന്റെ മേലൊരു അഭിഷേകമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ബിജു ഡൊമിനിക്കിനെ പിശാചിന് ഭയമില്ല. പക്ഷെ ഇവന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു അഭിഷേകം ഉണ്ടല്ലോ, അതിനെ പിശാചിന് ഭയമാ. നിങ്ങളെ പിശാചിന് ഭയമില്ല, പക്ഷേ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ആ ദൈവശക്തിയെ പിശാചിന് പേടിയാ. ഈ ദൈവശക്തി ഉള്ളവനെ കാണുമ്പോൾ പിശാച് അലറും. അവൻ പറയും, സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വരല്ലേ എന്ന് പറയും. അവൻ ഓടിപ്പോകും. അവന് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ നോക്കിയേ, ഈ ശിഷ്യന്മാര് പോലും അറിയാതെ ഒരു സംഭവം അവിടെ നടന്നു. ഇവര് പോയൊരു ദേശത്ത് കാല് ചവിട്ടിയപ്പോൾ
അവരുടെ തലയ്ക്ക് മുകളിൽ വാണിരുന്ന അന്ധകാര ശക്തി അവരുടെ കാൽ ചുവട്ടിൽ വന്ന് പതിച്ചു. ഇന്ന് പകൽ ഈ ദൂത് ഏറ്റെടുത്തിട്ട് നിന്റെ ഭവനത്തിലേക്കൊന്ന് കയറി ചെന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഭവനത്തെ വ്യാപരിച്ചു നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളും എല്ലാ അന്ധകാര മണ്ഡലങ്ങളും ഇന്ന് പകൽ തകർന്നു പോകട്ടെ എന്ന് നിങ്ങൾ ഉറപ്പോടെ ശാസിക്കൂ. വ്യത്യാസങ്ങൾ നിങ്ങൾ കണ്ടു തുടങ്ങും. ഹല്ലേലൂയ. നമ്മളൊക്കെ ചില വീടുകളിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അവർ വിളിച്ചിട്ട് പറയും, പാസ്റ്ററെ അന്ന് വന്ന് പ്രാർത്ഥിച്ചില്ലേ, അതിനുശേഷം വലിയ വിടുതലുണ്ട്, വലിയ മാറ്റങ്ങളുണ്ട്. അച്ചായൻ പിന്നെ മദ്യപിച്ചിട്ടില്ല, മക്കൾ പിന്നെ തലതിരിഞ്ഞ് നടന്നിട്ടില്ല, ഞങ്ങളുടെ സാമ്പത്തിക മണ്ഡലത്തിൽ വിടുതൽ വ്യാപരിച്ചു, ഞങ്ങളുടെ ആരോഗ്യസ്ഥിതിയിൽ വിടുതൽ പ്രാപിച്ചു. ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? ഇത് പ്രാർത്ഥിച്ചവന്റെ കഴിവല്ല, അവന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ഈ അഭിഷേകം സ്പ്രെഡാകുന്നതാ, ഈ അഭിഷേകം വ്യാപരിക്കുന്നതാ. ഇന്ന് പകൽ ഞാൻ പറയാം, കുഞ്ഞെ, നീ അനേകർക്ക് ഒരു വിടുതലാകണം, നീ അനേകർക്ക് ആശ്വാസമാകണം, നീ അനേകർക്ക് നന്മയാകണം, നീ അനേകർക്ക് ഉയർച്ചയാകണം. അങ്ങനെയാകണമെങ്കിൽ നിന്റെ മേൽ ഈ അഭിഷേകം വ്യാപരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ചില ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും അല്ലേ? അവരോട് പിന്നെയും നമുക്ക് സംസാരിക്കാൻ തോന്നും. ചില ആളുകളോട് സംസാരിക്കുമ്പോഴോ ഉള്ള ശക്തിയും കൂടെ പോവും അല്ലേ? ആകപ്പാടെ നമുക്കൂടൊരു നിരാശ തോന്നും, ആകപ്പാടൊരു സങ്കടം തോന്നും. എന്താ കാര്യം എന്നറിയാമോ? ഇവന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ പ്രത്യേകതയാ. അഭിഷേകമുള്ള ഒരുവന്റെ കൂടെ എത്ര നാൾ വേണേലും നമുക്ക് നടക്കാം. അഭിഷേകമുള്ള ഒരുവന്റെ കൂടെ എത്ര വർഷം വേണമെങ്കിലും ആ ബന്ധത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം. എന്നാൽ അഭിഷേകമില്ലാത്തവനെ ഒരു നിമിഷം പോലും നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയത്തില്ല. എന്താ കാര്യം? പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരുവന്റെ മേൽ വന്നാൽ അവന്റെ ഉള്ളിൽ നിന്ന് ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കും. അവൻ നോ പറയില്ല, അവൻ നടക്കില്ല എന്ന് പറയില്ല. അവന്റെ കഴിവിനാൽ കഴിയാത്തത് അവനെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന് അവന് നന്നായി അറിയാം. ഒരിക്കൽ അപ്പോസ്തലനായ പൗലോസ് തളർന്നുപോയി. ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ജഡത്തിലൊരു ശൂലമുണ്ട്, ഇത് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം അപേക്ഷിച്ചു. എന്താ ശൂലമൊന്നും നമുക്കറിയില്ല. എന്തായിരുന്നാലും പൗലോസിനെ നന്നായി വേദനിപ്പിച്ച എന്തോ ഒരു കാര്യമാണ്. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട മനുഷ്യൻ, വെളിപ്പാടുകളുടെ ആധിക്യമുള്ള മനുഷ്യൻ, ദൈവദൂതന്മാരുടെ ഭാഷ കേട്ട മനുഷ്യൻ, സ്തോത്രം, ഒരുപാട് ആത്മീക ഗുണങ്ങൾ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ പറയുക, ഇതൊന്നും നീങ്ങിപ്പോകേണ്ടതിന് ഞാൻ 3 വട്ടം അപേക്ഷിച്ചു. ദൈവം മറുപടി കൊടുത്തു. എന്താ കൊടുത്തേ? 7-ാം മാസം 14-ാം തീയതി നിന്റെ വേദന മാറുമെന്നാണോ? നിന്റെ ശൂലം മാറുമെന്നാണോ? അല്ല പൗലോസേ, എൻ്റെ കൃപ നിനക്ക് മതി. 2 കൊരിന്ത്യർ 12:9 പൗലോസിനോട് ദൈവം പറയുക, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ഉണ്ടല്ലോ നിന്റെ ബലഹീനതയിൽ നിന്നെ തികയ്ക്കുന്നതാണ്. നീ ബലഹീനനാണെന്ന് എനിക്കറിയാം, നീ തളർന്നു പോയെന്ന് എനിക്കറിയാം, നീ ഒരുപാട് പ്രശ്നങ്ങൾക്കകത്താണെന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ ശക്തി നിന്റെ മേൽ വന്നാൽ, എൻ്റെ ബലം നിന്റെ മേലൊന്ന് വന്നാൽ നിന്റെ അവസ്ഥകൾ മാറും. ഹല്ലേലൂയ. ഈ വെളിപ്പാടാൻ കിട്ടിക്കഴിഞ്ഞപ്പോ പൗലോസ് പറയുന്ന അടുത്ത വാക്കുണ്ട്. ആ പദം ഇങ്ങനെയാകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. എന്തൊരു വെളിപ്പാടാണ് പറഞ്ഞത്! ഒരൊറ്റ വാക്ക് ദൈവം പറഞ്ഞതേ ഉള്ളൂ. എന്താ? എൻ്റെ കൃപ, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അയ്യോ, നമ്മുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പാസ്റ്ററെ ഭയങ്കര വേദനയാണ്, ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര ദുഃഖമാണ്, ഭയങ്കര സങ്കടമാണ്. ഇവിടെ നമ്മൾ ദൂത് പറയാം, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ. അവരുടനെ പറയും, ഇത് നാഷണൽ പെർമിറ്റിൻ്റെ ചെളിതാങ്ങിയെ വരെ ഞാൻ വായിച്ചിട്ടുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി. ഇതാണോ ഇയാൾക്ക് പറയാനുള്ള വലിയ ദൂത്? പക്ഷെ ആ ഒരൊറ്റ ദൂത് പൗലോസിനെ മാറ്റി. അടുത്ത വാക്കിൽ പൗലോസ് പറയുക, ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ. ഇന്നലെ വരെ എങ്ങനെയായിരുന്നു? അതിദുഃഖത്തോടെ. ശൂലമാണ്, മുള്ളാണ്, വേദനയാണ്, സങ്കടമാണ്, പ്രയാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നവൻ ഇപ്പൊ പറയാ, ഞാൻ അതിസന്തോഷത്തോടെ. എപ്പോഴാ സന്തോഷം വന്നേ?
മുള്ളു മാറിയപ്പോഴാണോ? ശൂലം മാറിയപ്പോഴാണോ? പ്രശ്നം മാറിയപ്പോഴാണോ? അല്ല. പ്രശ്നം എന്തിയേ? അവിടെ തന്നെ ഇരിപ്പുണ്ട്. വിഷയങ്ങളോ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ഒരു മാറ്റവും ഇല്ല പുള്ളിക്ക്. പക്ഷേ ഞാൻ സന്തോഷിക്കും. ഞാൻ സന്തോഷിക്കും. എന്തിൽ സന്തോഷിക്കും? എൻ്റെ ബലഹീനതകളിൽ ഞാൻ സന്തോഷിക്കും. അപ്പൊ ഇന്നലെ വരെ ബലഹീനത വന്നപ്പോ കരഞ്ഞവൻ ഇപ്പൊ പറയുക, ഇനി മുതൽ ഞാൻ എൻ്റെ ബലഹീനതയിൽ സന്തോഷിക്കും. എന്താ കാര്യം? എനിക്കൊരു വെളിപ്പാട് കിട്ടി. എൻ്റെ മേലൊരു പ്രതിസന്ധി വരുമ്പോൾ അതിനേക്കാൾ വലിയൊരു ദൈവശക്തി എൻ്റെ മേൽ വരുന്നുണ്ടെന്ന് ഒരു വെളിപ്പാട് എനിക്ക് കിട്ടി. ഹല്ലേലൂയ. അതൊരു ചെറിയ വെളിപ്പാടല്ല കേട്ടോ, അതൊരു വലിയ വെളിപ്പാടാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു മർമ്മം പറയാം. ദൈവശക്തിയെ വലുതായി കാണുന്നവന് ശൂലമെന്നും ചെറുതായിരിക്കും. ശൂലത്തെ എന്നും വലുതായി കാണുന്നവന് ദൈവശക്തി എന്നും ചെറുതായിരിക്കും. ഏതിനെ വലുതായി കാണണം നമ്മൾ തീരുമാനിച്ചാൽ മതി. ദൈവശക്തിയാണോ വലുതായി കാണുന്നത്, നിന്റെ പ്രശ്നങ്ങൾ ചെറുതായിട്ട് തോന്നും. ഇതിന്റെ കാര്യം എന്നാണെന്നറിയോ? ദൈവത്തോട് നമ്മൾ അടുക്കും തോറും ഉണ്ടല്ലോ, ഈ ഭൂമിയിലെ കാഴ്ചകൾ ചെറുതായിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവരല്ലേ? നമ്മൾ ഈ ഫ്ലൈറ്റിൽ ഇങ്ങനെ ഫ്ലൈറ്റ് അങ്ങോട്ട് പൊങ്ങുമ്പോഴേ, ട്രിവാൻഡ്രത്തുനിന്ന് അങ്ങ് പൊങ്ങുവാന്നിരിക്കട്ടെ, അങ്ങനെ അങ്ങോട്ട് പൊങ്ങുമ്പോൾ ആ ശംഖുമുഖവും അല്ലേ, ആ കടൽപ്പുറവും ആ തെങ്ങുകളും ഇതെല്ലാം കണ്ടോണ്ട് ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് പൊങ്ങുന്നത്. കുറേ ദൂരം അങ്ങോട്ട് പൊങ്ങും തോറും ഈ തെങ്ങൊക്കെ തോപ്പുകൊട്ടിയുടെ അത്ര ആവും. വലിയ നാഷണൽ പെർമിറ്റൊക്കെ പൊട്ടുപോലെ തോന്നും അല്ലേ? ഉയരുന്നതനുസരിച്ച് ഭൂമിയിലെ കാഴ്ച ചെറുതായിട്ട് തോന്നും. ഇപ്പോഴും ഭൂമിയിലെ കാഴ്ച വലുതാണെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ഇവിടുന്ന് പൊങ്ങിയിട്ടില്ല. അതാ, ഇവിടുന്നൊന്ന് പൊങ്ങി തുടങ്ങിക്കേ, കാഴ്ചകൾ ചെറുതായി തോന്നും. പിന്നെ നിന്നെ സങ്കടപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതും പറഞ്ഞ് നീ മോങ്ങിക്കൊണ്ട് നടക്കത്തില്ല. അവൻ പറയും, ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, ഇതിനപ്പുറമായൊരു ദൈവശക്തി ഞാൻ അനുഭവിക്കുന്നുണ്ട്, ഇതിനേക്കാൾ വലിയൊരു ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രതിസന്ധികൾ ഇതെന്നെ ബാധിക്കുന്നതല്ല. ഹല്ലേലൂയ. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇതാ. പ്രശ്നങ്ങൾ മാറിയിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾ സ്വപ്നം കാണണ്ട. പ്രശ്നങ്ങൾ മാറത്തില്ല. ഈ ലോകത്തിൽ നമ്മൾ മരിച്ച് മൺമറയുന്നത് വരെ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് നമ്മളെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് കേൾക്കാൻ അധികം ഇഷ്ടമുള്ള കാര്യമല്ലെന്ന് എനിക്കറിയാം, എങ്കിലും അതാ സത്യം അല്ലേ? ഇന്ന് നടുവേദനയായിട്ടാ വന്നേ, കർത്താവ് സൗഖ്യമാക്കി, സന്തോഷം, പോകാം. പിറ്റേ ദിവസം വരും പെടലി വേദനയായിട്ട്. സ്തോത്രം. ഒരു അമ്മച്ചി സ്ഥിരമായിട്ട് എന്നെ വിളിക്കുമായിരുന്നു. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തലവേദനയാണ്, ഭയങ്കര തലവേദനയാണ്, എപ്പോഴും അങ്ങ് വേദനകളാണ് അമ്മച്ചിക്ക്. പ്രാർത്ഥിച്ചു പറയും, ആ ഭയങ്കര ആശ്വാസമായി, വിടുതലായി എന്ന് പറയും, സന്തോഷം. പിറ്റേ ദിവസം വീണ്ടും വിളിച്ചിട്ട് പറയും അടുത്ത വേദനയായിട്ട് വരും. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷെ ഭയങ്കര തലവേദനയാണ്, ഇതെന്നെ ഇങ്ങനെ തലവേദന വരുന്നേ. അപ്പം നമ്മൾ പറയണം എന്താ തലവേദന വരുന്നതെന്ന് ഞാൻ പറയണം. അപ്പം ഞാൻ പറഞ്ഞു, അമ്മച്ചി തലയുള്ളതുകൊണ്ടാണ് തലവേദന വരുന്നത്, തലയില്ലായിരുന്നെങ്കിൽ ഇത് വരത്തില്ലായിരുന്നു. തലയുണ്ടെങ്കിൽ തലവേദന വരും, നടുവുണ്ടെങ്കിൽ നടുവേദന വരും, പെടലി ഉണ്ടെങ്കിൽ പെടലി വേദന വരും, കൈ ഉണ്ടെങ്കിൽ കൈവേദന വരും. സ്തോത്രം. ഇതങ്ങ് മണ്ണിലോട്ട് വെക്കുന്നവരെ ഇതിങ്ങനെയൊക്കെ തന്നെയായിരിക്കും, അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. ഇനി ഇതിനുള്ള വിടുതലെല്ലാം കർത്താവിൻ്റെ പക്കലും ഉണ്ട്, ഇല്ലെന്നൊന്നുമല്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, രോഗിയായിട്ട് അങ്ങ് നടക്കാനാണോ ഇയാൾ പ്രസംഗിക്കുന്നത്? അങ്ങനൊന്നുമല്ല. എൻ്റെ കർത്താവ് സൗഖ്യമാക്കുന്നവനാണ്. പക്ഷെ നമ്മുടെ ലക്ഷ്യം അല്ല എന്നുള്ളതാ ഞാൻ ഇന്ന് പകൽ പറയുന്നത്. നമ്മുടെ ലക്ഷ്യം ഇതല്ല. ചെറിയൊരു രോഗം മാറുക എന്നുള്ളതല്ല, ചെറിയൊരു കടം മാറുക എന്നുള്ളതല്ല, ചെറിയൊരു പ്രശ്നത്തിൽ നിന്ന് വിടുതൽ കിട്ടുക എന്നുള്ളതല്ല. ഇതിനപ്പുറത്തൊരു നിത്യതയുണ്ട്. ആ നിത്യതയിൽ ഞാൻ എത്തുക എന്നുള്ളതാണ് ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. അതിനെനിക്ക് കഴിയുന്നില്ലെങ്കിൽ ഞാൻ ഓടിയതും അധ്വാനിച്ചതും ഞാൻ ആരാധിച്ചതും ഞാൻ പ്രസംഗിച്ചതും ഞാൻ പ്രസംഗം കേട്ടതും ഞാൻ ബൈബിൾ പഠിച്ചതും ഞാൻ പഠിപ്പിച്ചതും ഇതെല്ലാം വെറുതെയായി പോകും. പ്രൈസ് ദി ലോർഡ്. ആ നിത്യതയ്ക്ക് വേണ്ടി ഓടുന്നവനെയാ കർത്താവിന് വേണ്ടേ. അപ്പോൾ പൗലോസ് പറയുക, ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ എങ്ങനെയാണ്? സന്തോഷത്തോടെ. എപ്പോഴാ സന്തോഷം വന്ന? ലോട്ടറി അടിച്ചപ്പോഴാണോ? രോഗം മാറിയപ്പോഴാണോ? ബലഹീനത ഉള്ളപ്പോൾ തന്നെ. അതാ പൗലോസ് പറയുന്നേ, ഞാൻ ആദ്യ സന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും.
ബലഹീനത ഉള്ളപ്പോൾ തന്നെ ഞാൻ അതിൽ പ്രശംസിക്കും. എന്താ കാര്യം? ഒറ്റ വെളിപ്പാട് മാറിയതാ. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ദൈവശക്തി നമ്മുടെ ബലഹീനതകളിൽ തികഞ്ഞു വന്നാൽ എത്ര വലിയ പ്രതിസന്ധിയെ നമ്മൾ ജയിക്കും, എത്ര വലിയ വിഷയങ്ങളെ നമ്മൾ ജയിക്കും, എത്ര വലിയ തകർച്ചകളെ നമ്മൾ ജയിക്കും. പക്ഷേ ദൈവശക്തി നമ്മുടെ മേൽ വരണം. അതുകൊണ്ടാണ് യേശു പഠിപ്പിച്ചത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. എന്താ കാര്യം എന്നറിയോ? ഈ ദാരിദ്ര്യത്തെ കംപ്ലീറ്റ് ആയിട്ട് തീർക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, അത് സ്വർഗരാജ്യമാണ്. അവിടെ ചെല്ലും വേറെ ഒരു പരിപാടിയില്ല. ഇവിടെ ഇപ്പം നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഒത്തിരി പരിപാടികളുള്ളത്, അല്ലേ? നമ്മളിവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കും, അയ്യോ വീട്ടിൽ ചെല്ലുമ്പോൾ അച്ചായന് കറി ഇഷ്ടപ്പെടുവോ, ചോറിച്ചിരി വെന്തുപോയി കുഴപ്പമാകുമോ, 100 പ്രശ്നങ്ങളാണ് ഇവിടെ വെച്ച്. നമുക്ക് സ്വർഗത്തിൽ ചെന്നാൽ അതൊന്നുമില്ല. അവിടെ യാതൊരു പ്രശ്നമില്ല. അവിടെ ലോൺ അടയ്ക്കുന്നതിന് ടെൻഷനില്ല, കറണ്ട് ബില്ല് അടയ്ക്കുന്നതിന് ടെൻഷനില്ല, പിള്ളേരുടെ ഫീസ് അടയ്ക്കുന്നതിന് ടെൻഷനില്ല. അവിടെ ഒരൊറ്റ കാര്യമുള്ളൂ, ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഈ ദാരിദ്ര്യം അവസാനിക്കുന്ന സ്ഥലം എവിടെയാ? ദൈവരാജ്യത്തിലാ. അതുകൊണ്ട് യേശു പറഞ്ഞേ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. അവിടെ പോയി എന്ത് ചെയ്യാം? നമ്മുടെ ഈ ദാരിദ്ര്യം മുഴുവൻ നമുക്ക് മാറ്റാം. ഇനി നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ്. നമ്മൾ സ്തോത്രം ഇവിടെ നിന്നാണ് പോയത്. രണ്ട് വിധത്തിലുള്ള മനുഷ്യരാണ് ഭൂമിയിലുള്ളത്. ഒന്ന് എപ്പോഴും സന്തോഷിച്ചുകൊണ്ട് നടക്കുന്നവർ, മറ്റൊന്ന് സന്തോഷമുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ നടക്കുന്നവർ. പ്രിയമുള്ളവരെ, ഈ സന്തോഷത്തെയും ദുഃഖത്തെയും ഒരുപോലെ മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരുവനാണ് വിജയിച്ച ഒരു ദൈവ പൈതൽ. പ്രൈസ് ദി ലോർഡ്. അവനെ സന്തോഷിപ്പിക്കുന്ന വിഷയങ്ങളും സങ്കടപ്പെടുത്തുന്ന വിഷയങ്ങളും സ്തോത്രം ഒരുപോലെ അവൻ എന്ത് ചെയ്യണം? കൈകാര്യം ചെയ്യണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഇങ്ങനെ കേട്ടു. ഒരു സ്ഥലത്ത് ഒരു ഫാമിലി കോൺഫറൻസ് നടക്കുക. ഭാര്യ ഭർത്താക്കന്മാരുടെ ഒരു കോൺഫറൻസ് നടക്കുന്ന സമയത്ത് അവിടെ ക്ലാസ് എടുക്കുന്നയാള് അവിടെ ഇരുന്ന സ്ത്രീകളോടായിട്ട് ഇങ്ങനെ ചോദിച്ചു, സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ച ഒരു സമയമുണ്ടല്ലോ, ആ സമയം നിങ്ങൾ പറയണം. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഏറ്റവും അധികം ദുഃഖിപ്പിച്ച ഒരു സമയമുണ്ടല്ലോ, ആ സമയവും നിങ്ങൾ പറയണം. ഓരോരുത്തരായി എഴുന്നേറ്റ് പറയാൻ തുടങ്ങി. ഒരാൾ പറഞ്ഞു, ഞാൻ പ്രതീക്ഷിക്കാതിരുന്നപ്പോൾ എനിക്ക് വില കൂടി ഒരു ഡയമണ്ട് എൻ്റെ ഭർത്താവ് മേടിച്ചുകൊണ്ട് വന്നു, അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ സങ്കടം, എൻ്റെ അമ്മ മരിക്കാൻ കിടന്നപ്പോൾ ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പം പോകണ്ടെന്ന് പറഞ്ഞു, അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ സങ്കടം. ഇങ്ങനെ ഓരോരുത്തരായിട്ട് അവരുടെ സന്തോഷവും സങ്കടങ്ങളും ഇങ്ങനെ പറഞ്ഞു വരിക. ഏറ്റവും അവസാനം ഒരു സ്ത്രീ അവരെഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഇന്ന് വരെ എന്നെ സന്തോഷിപ്പിച്ചിട്ടില്ല, ഇന്ന് വരെ എന്നെ സങ്കടപ്പെടുത്തിയിട്ടുമില്ല, എനിക്ക് സന്തോഷവും സങ്കടവും എൻ്റെ ഭർത്താവ് എനിക്ക് തന്നിട്ടില്ല. എല്ലാവർക്കും അത്ഭുതമായി, ഇതെന്തൊരു കുടുംബം, സന്തോഷവും കൊടുത്തിട്ടില്ല സങ്കടവും കൊടുത്തിട്ടില്ല, ഇതെന്തൊരു കുടുംബം. അവരെ ആ സാറ് സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അതെന്താണ് കാര്യമെന്ന് നിങ്ങൾ പറയാൻ പറഞ്ഞു. അവർ പറഞ്ഞ കാര്യം ഇങ്ങനെയാ, എന്നെ സന്തോഷിപ്പിക്കാനോ എന്നെ ദുഃഖിപ്പിക്കാനോ ഭർത്താവിനെന്നല്ല ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. ഞാൻ സന്തോഷിക്കണമെങ്കിൽ ഞാൻ തീരുമാനിക്കണം, ഞാൻ ദുഃഖിക്കണമെങ്കിൽ ഞാൻ തീരുമാനിക്കണം. എന്നെ സന്തോഷിപ്പിക്കാൻ ഒത്തിരി കാര്യങ്ങൾ ആളുകൾക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ ഞാൻ സന്തോഷിക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും. എന്നെ ദുഃഖിപ്പിക്കാൻ ഈ ലോകത്തിൽ എല്ലാവർക്കും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും, പക്ഷെ ദുഃഖിക്കണോ വേണ്ടയോ എന്ന് ഞാനാ തീരുമാനിക്കുന്നേ. ഇന്ന് പകൽ എത്ര പേർക്ക് അതിന് മർമ്മം മനസ്സിലായെന്ന് എനിക്കറിയില്ല. എൻ്റെ സന്തോഷത്തിൻ്റെ താക്കോൽ, എൻ്റെ ദുഃഖത്തിൻ്റെ താക്കോൽ മറ്റൊരാളുടെ കയ്യിലല്ല, അതെൻ്റെ കയ്യിൽ തന്നെയാ. ഞാനാ തീരുമാനിക്കുന്നേ, ഞാൻ ദുഃഖിക്കണോ ഞാൻ സന്തോഷിക്കണോ എന്ന്. ഞാൻ ദുഃഖിച്ച് കാണാൻ ആളുകൾ ആഗ്രഹിക്കുന്നേ, ഞാൻ കരഞ്ഞു കാണാൻ ആളുകൾ ആഗ്രഹിക്കുന്നേ, ഞാൻ സങ്കടപ്പെട്ട് കാണാൻ ആളുകൾ ആഗ്രഹിക്കുന്നേ. പക്ഷെ അത് ഞാൻ തീരുമാനിക്കണം. ഞാൻ ദുഃഖിക്കണോ ഞാൻ വേദനിക്കണോ എന്നുള്ളത് ഞാൻ തന്നെ തീരുമാനിക്കണം. ഇന്ന് പകൽ ഞാൻ പറയാം, മറ്റൊരാളുടെ കയ്യിൽ നമ്മുടെ സന്തോഷത്തിൻ്റെയോ ദുഃഖത്തിൻ്റെയോ താക്കോല് കൊടുക്കരുത്. കൊടുത്താൽ പാവയ്ക്ക് കീ കൊടുക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് വന്നവരെന്ത് ചെയ്യും? ഇങ്ങനെ കീ തന്നുകൊണ്ടിരിക്കും. നമ്മൾ സന്തോഷിച്ചിരിക്കുമ്പം വന്ന് ദുഃഖത്തിൻ്റെ കീ ഇടും.
നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോൾ സന്തോഷത്തിൻ്റെ വേണ്ട, അത് നമ്മൾ തന്നെ തീരുമാനിച്ചാൽ മതി. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞങ്ങൾ ഒരുപാട് കഷ്ടം അനുഭവിക്കുന്നവരാ, ഞങ്ങൾ ഒരുപാട് ഞെരുക്കങ്ങളിലൂടെ പോകുന്നവരാ, ഞങ്ങൾ ഒരുപാട് തള്ളപ്പെട്ടവരാ. പക്ഷെ ഇതിൻ്റെ എല്ലാം നടുവിൽ ഞങ്ങൾ ജയാളികളായിട്ടാണ് ജീവിക്കുന്നത്. ഇവിടം കൊണ്ടെല്ലാം അവസാനിച്ചെന്ന് ഞങ്ങൾ പറയില്ല. ഇതിൻ്റെ നടുവിലും ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കും. ഇന്ന് പകൽ കുഞ്ഞെ, ഇതിൻ്റെ പേരാണ് ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. ഇവിടെ യേശു പറഞ്ഞ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ലൂക്കോസ് 12:20-21 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അവിടെ യേശു ഒരു ഉപമ പറയുകയാണ്, ഒരു മൂഢനായ ധനവാനെ കുറിച്ച്. ധനം സ്വർഗത്തിൽ പോകുന്നതിന് തടസ്സമല്ല. പലരും അങ്ങനെ ചിന്തിച്ചു വെച്ചിരിക്കുന്നു, പലരും പഠിപ്പിക്കുന്നു അങ്ങനെയാ. ഈ ധനവാന്മാർ സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ലെന്നൊക്കെയാ പലരും പറയുന്നത്. അതിന് കാരണം യേശു ഒരിക്കൽ പറഞ്ഞൊരു ഉപമയാണ്. ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം. സ്തോത്രം. അതിൻ്റെ പേരിലായിരിക്കാം ഒരുപക്ഷെ ധനവാന്മാരെ എല്ലാം നമ്മൾ റിജക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഒരിക്കലും ധനവാന്മാർ കയറത്തില്ലെന്നല്ല, മൂഢനായ ധനവാന്മാര് കയറത്തില്ല. ഇവിടെ ഒരു മൂഢനായ ധനവാനെ കുറിച്ചാണ് യേശു പറയുന്നത്. ഇവന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇവന്റെ കളപ്പുരയെല്ലാം ഇവൻ നിറച്ചു വെച്ചു. എല്ലാം നിറച്ചു വെച്ചിട്ട് ഇവനോട് തന്നെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ടോ? തന്നെ ഇരുന്ന് വർത്താനം പറയുന്നവര്. ഞങ്ങളുടെ നാട്ടിൽ അവർക്ക് വേറൊരു പേരാ വിളിക്കുന്നത്. ധനവാനെന്നല്ല വിളിക്കുന്നത്. തന്നെ ഇരുന്ന് വർത്താനം പറയുന്നവരെന്തോ വിളിക്കും? സയന്റിസ്റ്റോ? തന്നെ ഇരുന്ന് വർത്താനം പറയുന്നവരെന്താ വിളിക്കുന്നത്? പ്രാന്തൻ അല്ലേ, പൊട്ടൻ എന്നൊക്കെയാ സാധാരണ വിളിക്കുന്നത് അല്ലേ. അപ്പൊ അതുവരെ ഇയാൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇയാളിപ്പോൾ ഭാര്യയോട് മിണ്ടുകയില്ല, പിള്ളേരോട് മിണ്ടത്തില്ല, ബന്ധുക്കളോട് മിണ്ടത്തില്ല, നാട്ടുകാരോട് മിണ്ടത്തില്ല. തന്നെ ഇരുന്ന് മിണ്ടും. തന്നെ ഇരുന്ന് മിണ്ടുന്നത് എന്താ? അതാ രസം. തന്നെ ഇരുന്ന് മിണ്ടുന്നത് എന്താ? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. തന്നോട് തന്നെ പറയുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. നാളെ ചാകുമല്ലോ, എന്തായാലും നാളെ ചാകാൻ പോവുക. അപ്പൊ അതുകൊണ്ട് ഇന്ന് എന്ത് ചെയ്യുക? തിന്നോ, കുടിച്ചോ, ആനന്ദിച്ചോ. ഇവന്റെ ഈ സന്തോഷത്തിൽ, ഇവൻ ആനന്ദമാണല്ലോ ഇവനെപ്പോഴും, ഈ ആനന്ദത്തിൽ വേറൊരാളെ കൂടെ ഇവൻ കയറ്റിയോ? ഇല്ല. സ്വന്തം ഭാര്യയോട് പോലും അവനത് പറഞ്ഞില്ല. അവനോട് തന്നെ സംസാരിച്ചു തുടങ്ങി. സ്തോത്രം. അപ്പൊ ഇതിലും നല്ലത് ഇത് ഉണ്ടാകാതിരിക്കുന്നതല്ലേ? നിങ്ങൾ മിണ്ടുന്നില്ല. ഞങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഇവിടെ ആദ്യത്തെ ചൊവ്വാഴ്ച വന്നിരിക്കുന്നത്. അന്നേരം ഇയാൾ പറയാം ഉണ്ടാകാതിരിക്കുന്ന. സ്തോത്രം. ഭ്രാന്തനായി പോകും. സ്തോത്രം. ഒരു മൂഢന്റെ കയ്യിലോട്ട് കുറച്ച് കാശൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ ഇതായിരിക്കും. അവൻ പറയുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. ഇവൻ പങ്കിടില്ല, ഇവൻ ആർക്കും കൊടുക്കില്ല. ഇവനുള്ളതെല്ലാം എന്ത് ചെയ്ത് വെച്ചേക്കും? ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ചേക്കും. ഇതുകൊണ്ട് ആർക്കേലും എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. ആ ദേശത്തിന് പോലും ഒരു ഗുണമില്ല. എന്നിട്ട് ഇവൻ തന്നെ ഇരുന്ന് വർത്താനം പറയുക. എന്തൊരവസ്ഥയാന്നോർത്തേ. ഇതില്ലാതിരുന്നെങ്കിൽ ഇവൻ ഭാര്യയോട് മിണ്ടിയാനെ, പിള്ളേരോട് മിണ്ടിയാനെ, ബന്ധുക്കളോട് മിണ്ടിയാനെ, നാട്ടുകാരോട് മിണ്ടിയാനെ. ഇപ്പൊ പേടിയാ. ഇങ്ങനെയുള്ളവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ കണ്ടിട്ടും മിണ്ടാതെ പോകുന്ന ബന്ധുക്കളെ കണ്ടിട്ടുണ്ടോ? എന്താ കാര്യം? മിണ്ടിയാൽ ചിലപ്പോൾ കാശ് ചോദിക്കുമെന്നൊരു പേടി. അതുകൊണ്ട് മിണ്ടാതെ പോയി കളയും. കൂട്ടി ഇടിച്ചാൽ പോലും ഇവരെന്ത് ചെയ്യല? മിണ്ടുകയല്ല. കാരണം കാശ് പോകുമെന്നുള്ള പേടി കൊണ്ടാ. സ്തോത്രം. അവൻ മൂഢനായ ധനവാൻ. മൂഢനായ ധനവാൻ. അവനോട് ദൈവം ഒരു ചോദ്യം ചോദിച്ചു. ഇന്ന് രാത്രി നിന്റെ ജീവനെ ഞാൻ ചോദിച്ചാൽ, നിന്റെ പ്രാണനെ ഞാൻ എടുത്താൽ, നീ ഒരുക്കി വെച്ചത് ആർക്കാവും? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ നമ്മളോടും ദൈവത്തിന് ചോദിക്കാനുള്ളത് ഇതാ. നീ തട്ടിപ്പറിച്ചതും വെട്ടിപ്പിടിച്ചതും കള്ളം പറഞ്ഞുണ്ടാക്കിയതും ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ചതും ഇതെല്ലാം ഇന്ന് ദൈവം നിന്റെ ആത്മാവിനെ വിളിച്ചാൽ ഇതൊക്കെ ആർക്കാകും? ഇതൊക്കെ എന്തിനു വേണ്ടിയാകും? ഈ ചോദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് പതിയട്ടെ. നിങ്ങൾ മൈക്കിൾ ജാക്സനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മൈക്കിൾ ജാക്സൺ ലോകം മുഴുവൻ അറിയപ്പെട്ട ഒരു ഡാൻസർ ആയിരുന്നു. 150 വർഷം ഇദ്ദേഹം ജീവിച്ചിരിക്കാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ഇദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗം ഇദ്ദേഹം മാറ്റിവെച്ചു. 12 ഡോക്ടർമാർ, തലമുടി മുതൽ നഖം വരെ പരിശോധിക്കുന്ന 12 ഡോക്ടർമാർ, ഓക്സിജന്റെ അളവ് നിയന്ത്രിക്കുന്ന
ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള മനോഹരമായ ബെഡ്. തൻ്റെ ഏതെങ്കിലും ഒരു അവയവം നഷ്ടമായി പോയാൽ ആ അവയവം ദാനം ചെയ്യാൻ 15 പേരെ തൻ്റെ വീട്ടിൽ താമസിപ്പിച്ചിരുന്നു. അവർക്ക് ഭക്ഷണം കൊടുത്ത് ശമ്പളം കൊടുത്ത് അവരെ താമസിപ്പിച്ചിരുന്നു. ഏതൊരവയവവും എപ്പോൾ വേണമെങ്കിലും ഞാൻ സ്വീകരിക്കും എന്ന കണ്ടീഷനോടെ അവരെ അവിടെ താമസിപ്പിച്ചു. ലക്ഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹം മുടക്കി. 150 വർഷം അദ്ദേഹം ജീവിച്ചിരിക്കും എന്ന് സ്തോത്രം അദ്ദേഹം ലോകത്തോട് പറഞ്ഞു. പക്ഷെ സംഭവിച്ചത് എന്താ നമുക്കറിയാം. 2009 ജൂൺ 19 അദ്ദേഹം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അന്ന് വയസ്സ് 50 മാത്രം. 50ാമത്തെ വയസ്സിൽ ആ മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോകുവാനിടയായി തീർന്നു. തൻ്റെ പണത്തിന് തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, തൻ്റെ പ്രശസ്തിക്ക് തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അന്നത്തെ ദിവസം ഗൂഗിൾ എന്ന് പറയുന്ന ലോകവ്യാപകമായ ആ സൈറ്റ് മൊത്തത്തിൽ ജാമായി പോയി. കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അന്ന് സെർച്ച് ചെയ്തത് മൈക്കിൾ ജാക്സൺ എന്ന പേരായിരുന്നു. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാനായിട്ട് ആളുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ഇദ്ദേഹം മരണാസന്നനായി കിടക്കുന്ന സമയത്ത് ലോസ് ആഞ്ചലോസിലുള്ള ഏറ്റവും മെയിനായിട്ടുള്ള ഡോക്ടേഴ്സിനെ വരുത്തി തീവ്രമായ പരിചരണം കൊടുത്തു. പക്ഷേ അവർ പറഞ്ഞു മൈക്കിൾ ജാക്സൺ പോയി. ഹല്ലേലൂയ. ഇന്ന് പകലൊന്ന് ഞാൻ വിളിച്ചു പറയാം, നമ്മുടെ സമ്പന്നത കൊണ്ടല്ല, നമ്മുടെ പ്രശസ്തി കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല. 2026 ആരംഭ ചൊവ്വാഴ്ച നീ കണ്ടത് കർത്താവിൻ്റെ കൃപ കൊണ്ടാണെന്ന് ഇന്ന് പകൽ നീ തിരിച്ചറിയണം. നിങ്ങൾക്കറിയാമോ പ്രിയമുള്ളവരെ, ഒരു വർഷം ഈ ലോകത്തില് 6,33,00,000 പേരാണ് ഈ ലോകത്തിൽ ഒരു വർഷം മരിക്കുന്നത്. 6,33,00,000 പേര്. അതിലൊരാളാകാതെ ദൈവം നമ്മളെ സൂക്ഷിച്ചില്ലേ? ഹല്ലേലൂയ. ഒരു സെക്കൻഡിൽ 2 പേരാണ് ഈ ലോകത്തിൽ മരിക്കുന്നത്. നമ്മൾ ഈ കൈയൊന്ന് ഞൊടിക്കുന്ന ഈ സമയത്തിനുള്ളിൽ 2 പേർ ഈ ലോകത്തിൽ മരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ കൈ ഞൊടിക്കുന്ന ഒരു സെക്കൻഡിനുള്ളിൽ 4 കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ ജനിക്കുന്നുണ്ട്. സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ 2 പേരിൽ ഒരാളാകാതെ ദൈവം നമ്മളെ സൂക്ഷിച്ചില്ലേ? നമ്മളിവിടെ വന്നിരുന്നിട്ട് എത്ര സെക്കൻഡുകളായി, എത്ര മിനിറ്റുകളായി. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സൂക്ഷിക്കുന്നില്ലേ? കർത്താവ് നമ്മെ പരിപാലിക്കുന്നില്ലേ? ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. ഹാർട്ടിൻ്റെ പ്രവർത്തനം നമ്മുടെ കയ്യിലല്ല. ഇതെപ്പോഴാണ് നിന്നു പോകുന്നതെന്ന് നമുക്കറിയില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഒരവയവത്തിൻ്റെ പ്രവർത്തനം നമ്മുടെ കയ്യിലല്ല. സ്തോത്രം. ഇതെല്ലാം ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയത്തിനു വേണ്ടിയാക്കി വെച്ചിരിക്കുക. ഇന്ന് പകൽ ഞാൻ പറയാം, 2026 കാണാൻ ദൈവം നിനക്ക് ഭാഗ്യം തന്നെങ്കിൽ ദൈവത്തിന് നന്ദി പറയണം. മാത്രമല്ല, കർത്താവേ, എന്തിനാണ് എനിക്ക് ആയുസ് ശേഷിപ്പിച്ചത്, അത് ചെയ്യാൻ എന്നെ സഹായിക്കണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവം ആരെയും വെറുതെ ശേഷിപ്പിക്കുന്നില്ല കേട്ടോ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. മറ്റൊരാളെ പോലെ ആകാനല്ല, നിന്നെ നീയാക്കി നിർത്താൻ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്നറിയോ? എനിക്ക് മറ്റൊരാളെ പോലെ ആകണമെന്നാ. എനിക്ക് മറ്റൊരാളെ പോലെ ശുശ്രൂഷിക്കണം, എനിക്ക് മറ്റൊരാളെ പോലെ ജീവിക്കണം, അവരുടെ പോലെ വീട് വെക്കണം, അവരുടെ പോലെ കാർ എനിക്ക് വേണം. ഇതെല്ലാം മറ്റുള്ളവരെ നോക്കിയാണ് ആളുകൾ ജീവിക്കുന്നത്. എന്നാൽ ഒന്ന് ഞാൻ പറയാം, ദൈവം ഓരോ മനുഷ്യർക്കും ഇൻഡിവിജ്വലായിട്ടുള്ള ലൈഫാണ് വെച്ചിരിക്കുന്നത്. എനിക്കൊരിക്കലും ബിനുപാസ്റ്റർ ആകാൻ പറ്റത്തില്ല, ബിനുപാസ്റ്റർക്ക് ഒരിക്കലും ഞാനാകാനും പറ്റത്തില്ല. എനിക്കൊരിക്കലും സുരേഷ് പാസ്റ്റർ ആകാൻ പറ്റത്തില്ല, സുരേഷ് പാസ്റ്റർക്ക് ഒരിക്കലും ഞാനാകാനും പറ്റത്തില്ല. അദ്ദേഹത്തിനൊരു നിയോഗമുണ്ട്. സ്തോത്രം. ആ നിയോഗത്തിന് വേണ്ടി ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചെങ്കിൽ അദ്ദേഹത്തിന് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ എൻ്റെ ആവശ്യമില്ലായിരുന്നു. എന്നെ എന്തിനാണ് ദൈവം ഭൂമിയെ ജനിപ്പിച്ചത്? എന്നെ കൊണ്ട് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇതുപോലെ തന്നെയാണ് പ്രിയരെ, നിങ്ങളെ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് മറ്റൊരാളുടെ നിയോഗമായിരിക്കില്ല നിങ്ങളുടെ മേൽ കിടക്കുന്ന നിയോഗം. നിങ്ങളുടെ നിയോഗം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുക, അതനുസരിച്ച് നിങ്ങൾ മുൻപോട്ട് പോകുക. അതത്രേ നാം ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ കാണുക, ദൈവം ചോദിക്കുന്നു, ഇന്ന് നിന്റെ ആത്മാവിനെ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? പ്രിയമുള്ളവരെ, ഞാൻ പറയാം, ദൈവമക്കൾക്ക് ദൈവം കണക്കിൽ കവിഞ്ഞ പണം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വെറും 2 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഇത് സൂക്ഷിച്ചു വെക്കാനല്ല, 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന് ദൈവവേലയ്ക്ക് വേണ്ടി, മറ്റൊന്ന് സാധുക്കളെ സഹായിക്കാൻ വേണ്ടി.
ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ കണക്കിൽ കവിഞ്ഞൊരു 100 രൂപ നിങ്ങളുടെ കയ്യിൽ ഇരുന്നാൽ നിങ്ങൾ ഓർത്തോണം, ഇതെനിക്ക് വേണ്ടിയുള്ളതല്ല. ഇതൊന്നെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, അല്ല എങ്കിൽ ഏതെങ്കിലും ഒരു സാധുവിനെ സഹായിക്കാൻ വേണ്ടി. സമ്പന്നരായി ഇതെല്ലാം കൂട്ടി വെച്ച് അവസാനം എന്ത് സംഭവിക്കും? കർത്താവ് വരും, സഭയെടുക്കപ്പെടും, ഇത് മുഴുവൻ അന്തിക്രിസ്തു കൊണ്ടുപോകും. ഇവിടെ കടന്ന് വെട്ടിപ്പിടിച്ചതും തട്ടിപ്പറിച്ചതും കള്ളം പറഞ്ഞുണ്ടാക്കിയതും ചതിച്ചുണ്ടാക്കിയതും ഇതെല്ലാം ആരും കൊണ്ടുപോകും? അന്തിക്രിസ്തു കൊണ്ടുപോകും. വേറെ ആർക്കും ഗുണമുണ്ടാകത്തില്ല, നിങ്ങൾക്കും ഗുണമുണ്ടാകത്തില്ല. എനിക്കറിയാവുന്ന ഒരു ഡോക്ടേഴ്സ് ഫാമിലി ഉണ്ട്. ഭാര്യയും ഭർത്താവും ഡോക്ടർമാർ. ഞങ്ങളുമായിട്ട് ഇച്ചിരി ബന്ധവും കൂടെ ഉള്ളതാണ്. അപ്പം ഞാനൊരു ദിവസം അവിടെ ചെന്നപ്പോൾ ഇവർ കഞ്ഞിയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, കഞ്ഞിയേ ഉള്ളോ ഇവിടെ? എപ്പോൾ ചെന്നാലും കഞ്ഞിയേ ഉള്ളൂ, കഞ്ഞിയും അച്ചാറും പപ്പടവും, ഇത് മാത്രമേ ഉള്ളൂ, എപ്പോഴും അവിടെ അതേ ഉള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, ഇതേ ഉള്ളോ എപ്പോഴും ഇവിടെ? ഉടനെ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്ന് പറഞ്ഞു. ഇവർക്ക് 2 പേർക്കും കാറുണ്ട്. ഇവർ 2 പേരും കാർ ഉപയോഗിക്കത്തില്ല. ഇവർ 2 പേരും കൂടെ ഒരു ഓട്ടോ വിളിച്ചിട്ട് 2 ഹോസ്പിറ്റലിലേക്ക് ഇവർ ഡ്യൂട്ടിക്ക് പോകും. എന്നാൽ ഒരു കാറിൽ പോയി ഒരാളെ വിട്ടച്ചങ്ങ് പോയാൽ പോരെ? പോകത്തില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ അതെന്താ പോകാത്തേ? പെട്രോളിനൊക്കെ ഭയങ്കര വിലയാണ്, അതുകൊണ്ട് നിങ്ങൾ കാർ എടുക്കത്തില്ല, ഓട്ടോയ്ക്കാണ് 15 രൂപ കൊടുത്താൽ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ എത്താം. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ ഇതെല്ലാം ഇങ്ങനെ കൂട്ടി വെക്കുന്നത്? നിങ്ങൾ 2 പേരും ഡോക്ടേഴ്സാണ്, നല്ല 2 ഡോക്ടേഴ്സാണ്, പണിയില്ലാത്ത ഡോക്ടേഴ്സല്ല, പണിയുള്ള ഡോക്ടേഴ്സാണ്. 2 പേരും നല്ല സാലറി ഉള്ളവരാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ കൂട്ടി വെക്കുന്നത്? അപ്പോൾ അവർ അന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ റിട്ടയർഡ് ആകുമ്പം ഞങ്ങൾക്ക് എൻജോയ് ചെയ്യണം, ഞങ്ങൾക്ക് സന്തോഷിക്കണം, ഞങ്ങൾ അതിനുവേണ്ടി എന്ത് ചെയ്തേക്കുക, ഇങ്ങനെ കൂട്ടി വെച്ചേക്കുക. കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞു പോയി. കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പം അവർ വൈകിട്ട് ഓട്സ് കുടിച്ചുകൊണ്ടിരിക്കുക. നേരത്തെ കഞ്ഞിയായിരുന്നു, ഇപ്പോൾ ഓട്സ് ആക്കി. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്നെ എൻജോയ് ചെയ്യുന്നില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, ഇതാ ഇങ്ങനെ ഇപ്പോൾ എൻജോയ് ചെയ്യുന്നത്. ഞാൻ ചോദിച്ചാൽ അതെന്നാ? ഷുഗർ, കൊളസ്ട്രോള്, പ്രഷർ ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. അച്ചായനാണെങ്കിൽ ഹാർട്ടിനും ചെറിയൊരു പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ ഓട്സ് കുടിച്ചാൽ മതിയെന്നാണ് ഞങ്ങളുടെ തീരുമാനം. സ്തോത്രം. ഉണ്ടാക്കി വെച്ചതൊക്കെ ആർക്കായി? ഒരു നല്ല വസ്ത്രം അവർ ധരിക്കില്ലായിരുന്നു, ഒരു നല്ല ജീവിതം അവർ നയിച്ചിട്ടില്ല. ഇതെല്ലാം അവരിങ്ങനെ മാറ്റി വെച്ചു. അവസാനം ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവരായിത്തീർന്നു. ഇന്ന് പകൽ ഞാനൊന്ന് പറയാം, ദൈവം നിനക്ക് നന്മ തരുന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായി നീ ജീവിക്കുക. നിന്റെ കണക്കിൽ കവിഞ്ഞൊരു പണം നിന്റെ കയ്യിൽ വന്നാൽ അത് ദൈവനാമത്തിന് വേണ്ടി ചെലവിട്, അത് സാധുക്കളെ സഹായിക്കാൻ വേണ്ടി നീ ചെലവിട്. അതിന് പ്രതിഫലം സ്വർഗത്തിലുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. അല്ലാതെ അന്തിക്രിസ്തുവിന് കൊടുക്കാൻ വേണ്ടി ഇവിടെ ആരും ഒന്നും സമ്പാദിക്കരുത്. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 20-21 വാക്യങ്ങളാണ് നമ്മൾ ഇവിടെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. എങ്ങനെയാ? ഒരു രാത്രിയിൽ അവനങ്ങ് പോകും. ഇവൻ ഉണ്ടാക്കി വെച്ചതും സമ്പാദിച്ചു വെച്ചതും തന്നെ ഇരുന്ന് വർത്താനം പറഞ്ഞതും ആളുകളിൽ നിന്നകന്നതും ഇതെല്ലാം ഇവന് വെറുതെ പാഴായി പോകും. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലെ ജീവിതം പ്രിയരെ നശ്വരമാണ്. എപ്പോഴാണ് നമ്മൾ ഈ ലോകം വിട്ടു പോകുന്നതെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഒരു മനുഷ്യന് മുന്നമേ അത് പ്രവചിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. നമുക്ക് ലഭിക്കുന്ന ആയുസ് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാം. ദൈവം നമുക്ക് നൽകുന്ന നന്മകൾ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി നമ്മൾ ചിലവിടുവാൻ നമ്മൾ തയ്യാറാകുക. ഇതിനെല്ലാം സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. അപ്പൊ ദൈവ വിഷയത്തിൽ നമ്മൾ സമ്പന്നരാകണം. എങ്ങനെയാണ് ദൈവ വിഷയത്തിൽ സമ്പന്നരാകുന്നത്? അതിലൊന്നാമത്തെ കാര്യമാണ് നമ്മൾ മുമ്പ് ചിന്തിച്ചത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഒന്നാമത്തെ കാര്യം, ആത്മാവിലെ ദാരിദ്ര്യം സ്വർഗത്തിൽ നിനക്ക് സമ്പന്നത തരും. ആത്മാവിൽ ഇവിടെ നമ്മൾ ദരിദ്രരാണോ, സ്വർഗത്തിൽ നമ്മൾ സമ്പന്നരാകും. മറ്റൊന്ന്, ആത്മാക്കളെ നേടുന്നതിലൂടെ നമുക്ക് അവിടെ സമ്പന്നരാകാം. നിങ്ങൾ ആളുകളോട് സുവിശേഷം പറയാറുണ്ടോ? ഒരാളെ കിട്ടിയാൽ നിങ്ങൾക്ക് സുവിശേഷം പറയാൻ തോന്നുമോ? ഓ, സുവിശേഷം പറഞ്ഞു, വേറെ പരിപാടിയാണ്. സ്തോത്രം. അങ്ങനെ വേണം. എത്ര പേരോട് പറയാൻ കഴിയുമോ അത്രയും പേരോട് നമ്മൾ എന്ത് ചെയ്തോണം? പറഞ്ഞോണം. ഇനി ഒരു സത്യം കൂടെ ഞാൻ പറയാം. നിങ്ങളുടെ അയലോക്കംകാരില്ലേ, അവരെല്ലാം ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചേക്കുന്നത്. ഇവരൊക്കെ സുവിശേഷം അറിയണം. ഇവരോടെല്ലാം എന്ത് ചെയ്യണം? സുവിശേഷം. നിങ്ങൾ നേരെ അങ്ങോട്ട് കയറി. ഇത് പറയുന്നതാണ് പ്രശ്നം. പറയേണ്ട ഒരു രീതിയുണ്ട്. നമ്മൾ സാറിന് പറയാനോ,
അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളും അങ്ങനെ തന്നെ നശിച്ചു പോകും, മുടിഞ്ഞു പോകും. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ പറഞ്ഞ ആരും രക്ഷിക്കപ്പെടത്തില്ല. സ്തോത്രം. ഒരു വീട്ടിലോട്ട് കയറി ചെന്നിട്ട് ചുമ്മാ അല്ല, തൂക്കേട് മാറാത്ത ഇരിക്കുകയല്ലേ, മൊത്തം നിരന്ന് അടി കിട്ടാതെ പോന്നാൽ ഭാഗ്യമൊന്ന് കൂട്ടിയാൽ മതി. സ്തോത്രം. ഇതിനൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൽ കൃത്യമായി എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? കഴിഞ്ഞ ദിവസം പറയണോ വേണ്ടത് ഇങ്ങനെ ആലോചിക്കാം. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു ഉപദേശിൽ നിന്ന് മണ്ണാങ്കട്ട, എല്ലാം മണ്ണാങ്കട്ടയാണെന്നാണ് പറയുന്നത്, എല്ലാം മണ്ണാങ്കട്ട. വേറൊരുത്തൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യേണ്ട കാര്യം നമുക്കില്ല. നീ എന്താണ് ചെയ്യുന്നത് അത് നീ പറഞ്ഞാൽ മതി. സത്യം ഒന്നേ ഉള്ളൂ, സത്യം ഒരുപാടില്ല, അല്ലേ? 7-3 എത്ര? 7-3 11 9 6 ഉണ്ടോ? ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ ഒന്നേ പറയുള്ളൂ. ഏതാ? 10 പറയുള്ളൂ. എന്താ കാര്യം? സത്യം ഒന്നേ ഉള്ളൂ, സത്യം ഒന്നേ ഉള്ളൂ. അതിനെ ആര് തിരുത്താൻ നോക്കിയാലും സത്യം ഒന്നേ ഉള്ളൂ. നിന്റെ സത്യം എന്താ, നീ അത് പറഞ്ഞാൽ മതി എന്ന്. ബാക്കിയുള്ളതൊക്കെ ചിന്തിക്കാനുള്ള കഴിവൊക്കെ ഇത് കേൾക്കുന്നവർക്കുണ്ട്. അല്ലാതെ മണ്ണാങ്കട്ട എന്നും പറഞ്ഞുകൊണ്ട് നീ ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. സ്തോത്രം. അതൊക്കെ വിവരക്കേടാണ്. ഒരു കാരണവശാലും പരസ്യമായി അങ്ങനെ പ്രസ്താവിക്കരുത്. അത് ചെയ്ത് വളരെ തെറ്റാണ്, വളരെ മോശമായിപ്പോയി. അതങ്ങനെ ചെയ്യാനും പാടില്ലായിരുന്നു. സ്തോത്രം. അപ്പൊ ഇന്ന് പകൽ ഞാൻ പറയാം, നമ്മളൊരു വ്യക്തിയോട് സുവിശേഷം പറയണം. എങ്ങനെ പറയണം? ദൈവസ്നേഹത്തെക്കുറിച്ച് പറയണം. നിങ്ങൾക്ക് ബൈബിളിലെ വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല, വേണ്ട, അറിയണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങളില്ലേ? എൻ്റെ പൊന്നു സഹോദര, എൻ്റെ സഹോദരി, സമാധാനമില്ലായിരുന്നു, സ്വസ്ഥതയില്ലായിരുന്നു, ഒരാശ്വാസവും ഇല്ലായിരുന്നു, എന്നും പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ യൂട്യൂബിൽ എലോഹീമിലെ ഒരു വീഡിയോ കണ്ടത്, ഒരു വിടുതലിൻ്റെ വീഡിയോ കണ്ടത്. അങ്ങനെ ഞാൻ അവിടെ ചെന്നതാ. അവിടെ ചെന്നപ്പോഴേ അവിടുത്തെ ബിനു പാസ്റ്റർ എന്നോടെല്ലാം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ നടന്ന മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെയാണ് ഈ സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്, അങ്ങനെയാണ് ഞാൻ ഈ മാർഗത്തിലേക്കായത്. അത്രയും പറയാമല്ലോ. അതിന് BTH വേണ്ട, BD വേണ്ട, MD വേണ്ട, PhD വേണ്ട, ഡോക്ടറേറ്റും വേണ്ട. ഇത്രയും പറയാൻ നമുക്ക് കൊണ്ട് പറ്റുമല്ലോ? പറ്റും. അതങ്ങ് പറഞ്ഞാൽ മതി, ഇത്രയും അങ്ങ് പറഞ്ഞാൽ മതി. പ്രൈസ് ദി ലോർഡ്. ബാക്കി പറയാനുള്ളത് ദൈവം തരും അന്നേരം. അത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, അത് നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, ദൈവത്തിൻ്റെ വചനം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നീ എന്താണോ പറയേണ്ടത് അത് ഞാൻ നിന്റെ നാവിൽ തരും, അത് ഞാൻ നിന്റെ നാവിൽ തരും. ഒരിക്കല് ഒരു ദൈവദാസൻ, ഒരു പാവം പിടിച്ച ദൈവദാസനാണ്, വലിയ വിദ്യാഭ്യാസം ഒന്നുള്ള ആളൊന്നും അല്ല, പണ്ടത്തെ ഒരു അപ്പച്ചൻ പാസ്റ്റർ. അദ്ദേഹം ഇങ്ങനെ കോട്ടയത്ത് നാഗമ്പടം എന്ന് പറഞ്ഞ സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ നിപ്പൊക്കെ കണ്ടപ്പം ഒരാൾക്ക് മനസ്സിലായി ഇയാൾ പാസ്റ്ററാണ്. ഇടനിപ്പും വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ പാസ്റ്ററാന്ന് മനസ്സിലായി. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ, ഇവരൊരു നിരീശ്വരവാദിയാണ്. ഇവൻ ഇച്ചിരി ആള് കളിക്കാൻ വേണ്ടി, ആളുകൾ കൂടി നിൽക്കുന്ന ഒരു സ്ഥലം, ഈ ആള് കളിക്കാൻ വേണ്ടി ഇവൻ വന്നിട്ട് ഈ പാവം പിടിച്ച ഉപദേശിയോട് ചോദിച്ചു, ഇയാൾ ആരാന്ന് ചോദിച്ചു. ഞാനൊരു പാസ്റ്ററാന്ന് പറഞ്ഞു. നിങ്ങളുടെ ദൈവം ആരാന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തെ ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, കാണിച്ചു തരാനൊന്നും എനിക്കറിയത്തില്ല, ഞങ്ങൾക്ക് ദൈവം ഉണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഉടനെ ഇവൻ പറഞ്ഞു, ഇവിടെ കാണാൻ പറ്റാത്ത ഒരു ദൈവത്തെ നിങ്ങൾ എന്തിനാണ് വിശ്വസിക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് അത് വിശ്വസിക്കാൻ പറ്റുന്നത്? അപ്പോൾ ഈ അപ്പച്ചൻ പാസ്റ്റർ ഇങ്ങൾക്ക് എന്താ മറുപടി പറയേണ്ടതെന്നും അറിയത്തില്ല, ഒരു പാവം പിടിച്ച മനുഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ നിൽക്കുക, വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. പെട്ടെന്നൊരു കാറ്റടിച്ച്, കാറ്റടിച്ച് അവിടെ കിടന്ന കരിയിലയും പേപ്പറും പ്ലാസ്റ്റിക്കും എല്ലാം കൂടെ പറന്ന് അവിടെ നിന്ന് ആളുകളുടെ എല്ലാം കൂടെ മുഖത്തും ദേഹത്തും എല്ലാം വന്ന് അടിച്ചപ്പം ഈ നിരീശ്വരവാദിയായ മനുഷ്യൻ പറഞ്ഞു, ഹോ, എന്തൊരു കാറ്റായത്, എന്തൊരു കാറ്റായത്. ഉടനെ ഈ അപ്പച്ചൻ പാസ്റ്റർ ചോദിച്ചു, എന്താന്നാ പറഞ്ഞേ? കാറ്റ് കണ്ടില്ലേ കാറ്റ്? അപ്പച്ചൻ പറഞ്ഞു, എനിക്ക് കാണാൻ പറ്റുന്നില്ല, ഞാൻ കണ്ടില്ല. എന്തിയെ കാറ്റ്? ഞാൻ പേപ്പറും പ്ലാസ്റ്റിക്കും കരിയിലയൊക്കെയാ കണ്ടേ, ഞാൻ കാറ്റ് കണ്ടില്ല. സ്തോത്രം. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, മോനെ, ഇങ്ങനെയാ ദൈവം. ദൈവത്തെ കാണാൻ പറ്റിയില്ലെങ്കിലും ദൈവത്തിന്റെ പ്രവർത്തികളെ നമുക്കറിയാൻ പറ്റും. നീ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ ഈ സർവചരാചരങ്ങളും ഉണ്ടാക്കിയ സർവശക്തനായ ദൈവമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഈ സൃഷ്ടിപ്പിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ എന്ത് പറയണമെന്ന് ദൈവം നമുക്ക് പറഞ്ഞു തരും. ആ സമയത്ത് നമ്മൾ എന്താണോ സംസാരിക്കേണ്ടത് അത് നമ്മുടെ നാവിൽ തരും. ഐസക് ന്യൂട്ടൻ്റെ ഒരു കഥ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഐസക് ന്യൂട്ടൻ, അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു അത്രേ.
അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു. ഈ നിരീശ്വരവാദിയായ മനുഷ്യൻ ഐസക് ന്യൂട്ടൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ന്യൂട്ടൻ, നിങ്ങൾ പറയുന്ന പോലെ ഒരു ദൈവമൊന്നുമില്ല. ഐസക് ന്യൂട്ടൻ എപ്പോഴും പറയുമല്ലോ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ പിന്നിൽ ഒരു ദൈവം ഉണ്ടെന്ന്. നിങ്ങൾ പറയുന്ന പോലെ ഒരു ദൈവമൊന്നുമില്ല. ഈ പ്രപഞ്ചമൊക്കെ തന്നെ ഉണ്ടായി വന്നതാ, ഈ ഭൂമിയൊക്കെ തന്നെ ഉണ്ടായി വന്നതാ, സ്തോത്രമല്ലാതെ ഇത് ദൈവം ഉണ്ടാക്കിയതൊന്നുമല്ല. ന്യൂട്ടൻ ഒന്നും മറുപടി പറയാൻ പോയില്ല. അദ്ദേഹം വളരെ ശാന്തനായൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം തിരിച്ചൊന്നും പറയാൻ പോയില്ല. അദ്ദേഹം ഒരു ദിവസം തൻ്റെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ഈ നിരീശ്വരവാദിയായ സുഹൃത്ത് വീണ്ടും അദ്ദേഹത്തെ കാണാൻ വന്ന സമയത്ത് ഐസക് ന്യൂട്ടൻ്റെ ടേബിളിൽ ഒരു ഗ്ലോബ് ഉണ്ടാക്കി വെച്ച്, ഒരു ഭൂഗോളം ഉണ്ടാക്കി വെച്ചിരിക്കുക. എന്നിട്ട് ഈ ഭൂഗോളം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതൊരു കാണാൻ ഭംഗിക്ക് വേണ്ടി അദ്ദേഹം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാധന. നിരീശ്വരവാദിയായ മനുഷ്യൻ ന്യൂട്ടൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ന്യൂട്ടൻ, ഇത് കൊള്ളാമല്ലോ, മനോഹരമായിരിക്കുന്നു, ഇത് താങ്കളാണോ ഉണ്ടാക്കിയത്? ന്യൂട്ടൻ പറഞ്ഞു, അല്ല. പിന്നെ ആരാ ഉണ്ടാക്കിയത്? ന്യൂട്ടൻ പറഞ്ഞു, അറിയില്ല. ഞാൻ രാവിലെ വന്ന് ഓഫീസ് തുറന്നപ്പോൾ ഇവിടെ ഒരു ഗ്ലോബ് ഇരിപ്പുണ്ടായിരുന്നു. ഉച്ച മുതൽ അതിരുന്ന് കറങ്ങാനും തുടങ്ങി. ഇതാരാ ഉണ്ടാക്കിയെന്നൊരു പിടിയില്ല എന്ന് പറഞ്ഞു. ഉടനെ നിരീശ്വരവാദിയായ മനുഷ്യൻ പറഞ്ഞു, ന്യൂട്ടൻ, നിങ്ങൾ കള്ളം പറയുകയാണ്. ഇത് ഉണ്ടാക്കാതെ എങ്ങനെ ഇത് ഇവിടെ വരും? ഇതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവില്ലെങ്കിൽ ഈ ഒരു സൃഷ്ടി എങ്ങനെ ഇവിടെ ഉണ്ടാകും? ന്യൂട്ടൻ അല്പനിമിഷം മൗനമായിരുന്നിട്ട് ഇങ്ങനെ മറുപടി പറഞ്ഞു, സുഹൃത്തെ, കഴിഞ്ഞ ദിവസം നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിച്ചില്ലേ, ഈ സൃഷ്ടിയുടെ പിന്നിൽ ഒരു സൃഷ്ടാവില്ലെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അതിൻ്റെ മറുപടി ഇപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു. ഏതൊരു സൃഷ്ടിയുടെ പിന്നിലും ഒരു സൃഷ്ടാവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സൃഷ്ടാവിനെ ഞാൻ ആരാധിക്കുന്നു. ആ സൃഷ്ടാവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പകൽ കുഞ്ഞെ, നിന്റെ നാവിൽ നിനക്ക് പറയുവാനുള്ള സുവിശേഷത്തെ തരുന്ന ഒരു പരിശുദ്ധാത്മാവിനെ ദൈവം നിന്നോട് കൂടെയാക്കി വെച്ചിട്ടുണ്ട്. എന്തിനെന്നറിയാമോ? നിന്റെ മേലുള്ള നിയോഗം അതാണ്. ഹല്ലേലൂയ! നമ്മുടെ മേലുള്ള നിയോഗം അതാ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. നമ്മുടെ മേലെ എല്ലാവരുടെ മേലുമുള്ള നിയോഗത്തെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കിക്കേ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ശക്തി കിട്ടും. എന്തിനാ ശക്തി വേണ്ടേ? നമ്മൾ അശക്തരായതുകൊണ്ടാണ് നമുക്ക് ശക്തി വേണ്ടേ. ശക്തി ഉള്ളവന് വീണ്ടും ശക്തിയുടെ ആവശ്യമില്ല. നമ്മൾ അശക്തരാണ്, നമ്മൾ അറിവ് കുറഞ്ഞവരാണ്, നമ്മൾ ബലഹീനരാണ്. എന്നാൽ നമ്മുടെ മേലൊരു ശക്തി വരും. ഈ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകും. ആകും. ചിലരത് ആകുവിനെന്നാ പറയുന്നത്. ആകുവിനല്ല, ആകും. ആകും എന്ന് പറഞ്ഞാലും ആകുവിൻ എന്ന് പറഞ്ഞാലും രണ്ടും രണ്ടാ, അല്ലേ? ആകുവിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയോ ചെയ്തിട്ട് നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ ചെയ്യണമെന്നാ. ഇതങ്ങനല്ല. ആകും എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആകുന്ന, അല്ലേ? നമ്മൾ നേരം വെളുക്കും പറയത്തില്ലേ, രാവിലെ ആയി, അല്ലേ? ഇരുട്ടുമ്പോൾ നമ്മൾ പറയും രാത്രിയായി, അല്ലേ? അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുക. രാത്രിയാകുന്നു, പകലാകുന്നു, ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇതുപോലെ ഒരുവന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നാൽ അവൻ പോലും അറിയാതെ അവൻ സാക്ഷിയാകും. അവൻ സാക്ഷിയാകും. പഴയ നിയമത്തിൽ നല്ലൊരു തെളിവ് അതിനുണ്ട്. ഒരു പ്രവാചകൻ വഴിയേ നടന്നു പോകുന്ന സമയത്ത് ഒരു സ്ത്രീ അവിടെ നിന്ന് പറയുക, ഇവനൊരു ദൈവപുരുഷനെന്ന് ഞാൻ അറിയുന്നു. അയാൾ സംസാരിച്ചില്ല, അവളുടെ വീട്ടിൽ പോയില്ല, പ്രാർത്ഥിച്ചില്ല, ഇയാളുടെ യോഗത്തിന് ഇവൾ പങ്കെടുത്തുമില്ല. പക്ഷെ വഴിയെ നടന്നു പോകുന്ന കണ്ടപ്പോൾ അവൾ വീടിൻ്റെ മുറ്റത്ത് നിന്നിട്ട് പറയുക, ഇവനൊരു ദൈവപുരുഷൻ എന്ന് ഞാൻ അറിയുന്നു. പ്രിയരെ, നമ്മുടെ നടപ്പിൽ പോലും, ഹല്ലേലൂയ, നമ്മുടെ സാമീപ്യത്തിൽ പോലും, സ്തോത്രം, നാം ഒരു ദൈവപുരുഷനെന്ന്, നാം ഒരു ദൈവ പൈതലെന്ന് ലോകം അറിയണം. അതും ഒരു സുവിശേഷീകരണമാണ്. ഹല്ലേലൂയ, അതൊരു സുവിശേഷീകരണമാണ്. നമ്മുടെ വാക്കുകൾ കൊണ്ട് മാത്രമല്ല. അതിനെ സൈലന്റ് സുവിശേഷം എന്നാണ്, സുവിശേഷീകരണം എന്നാണ് വിളിക്കുന്നത്. സൈലന്റ് സുവിശേഷീകരണം. ആരും ഒന്നും സംസാരിച്ചിട്ടില്ല, ആരും ഒന്നും മിണ്ടിയിട്ടുമില്ല, പക്ഷേ ഓട്ടോമാറ്റിക്കലി ഒരു വ്യക്തി സാക്ഷിയാകുകയാണ്. ഇന്ന് പകൽ പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ മേൽ തന്നിരിക്കുന്ന നിയോഗം അതാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും
യഹൂദിയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങളെൻ്റെ സാക്ഷികളാകും. സാക്ഷികളാകും. അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലൊന്ന് ഞാൻ വിളിച്ചു പറയാം, നമ്മുടെ മേലുള്ള നിയോഗത്തെ നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. നമ്മുടെ മേലുള്ള നിയോഗം എന്താ? കർത്താവിൻ്റെ സാക്ഷികളാകുക. കർത്താവിൻ്റെ സാക്ഷികളാകുക, യേശുവിനെ ഉയർത്തുക, യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുക. അത് നമ്മുടെ പ്രവർത്തികളിലൂടെ ആവാം, നമ്മുടെ വാക്കുകളിലൂടെ ആകാം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ നടപ്പിലൂടെയാകാം, നമ്മുടെ ജീവിതത്തിലൂടെയാകാം. യേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്തുക. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയാ ഈ ക്രിസ്ത്യാനികൾ എന്ന പേര് വീണത്. അങ്ങനെയാ അല്ലേ? ഇന്ന് നമുക്ക് ക്രിസ്ത്യാനികളെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനമാണ്. പക്ഷേ അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്തു ശിഷ്യന്മാരെ കണ്ടിട്ട് ആളുകൾ അവരെ കളിയാക്കി വിളിച്ച പേരാണ് ക്രിസ്ത്യാനികൾ. ക്രിസ്ത്യാനികൾ എന്തിനാ അങ്ങനെ വിളിച്ചെന്നറിയാമോ? ഇവരുടെ നടപ്പ് കണ്ടാൽ അറിയാം ഇവർ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവരാണ്. ഇവരുടെ ജീവിതം കണ്ടാൽ അറിയാം ഇവർ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവരാണ്. ഇവരുടെ സംസാരം കണ്ടാൽ അറിയാം ഇവർ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവരാണ്. ഇതെങ്ങനെ മനസ്സിലായി? ഹല്ലേലൂയ. അവർ യേശുവിനെ അനുഗമിക്കുന്നവരായിരുന്നു. അവർ യേശുവിനെ പോലെ നടക്കുന്നവരായിരുന്നു. ഇന്ന് പകൽ പ്രിയമുള്ളവരെ, നമ്മുടെ സ്വഭാവത്തില്, നമ്മുടെ വാക്കില്, നമ്മുടെ പ്രവൃത്തിയില്, നമ്മുടെ നടപ്പില് എല്ലാം യേശുവിനെ ഉയർത്തുന്നവരാകണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. അതാണ് ദൈവത്തിന് വേണ്ടത്. അതാ. അതുകൊണ്ട് യേശു പറഞ്ഞ ദൈവിക വിഷയത്തിൽ നിങ്ങൾ ആരാകണം? സമ്പന്നരാകണം. സമ്പന്നരാകണം. ഒരാത്മാവിനെ നിങ്ങൾ നേടുമ്പോൾ എത്ര രൂപയാ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതെന്നറിയോ? സ്വർഗത്തിലെ അക്കൗണ്ടിൽ ഈ മുഴുവൻ ലോകവും വിറ്റിട്ട് കിട്ടുന്ന പണമുണ്ടല്ലോ, അത്രയും പൈസ വരും അവിടെ. പ്രൈസലോ. ഇവിടുത്തെ പൈസയും കൊണ്ട് അവിടെ പോകാൻ പറ്റിയല്ല അല്ലേ? നമുക്കറിയാം, നമ്മൾ അമേരിക്ക ചെല്ലുവാണെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് കൊണ്ട് അവിടെ പോയി ചായ കുടിക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്നേ മാറിക്കൊണ്ട് പോകും, ഡോളർ ആക്കിക്കൊണ്ട് നമ്മൾ പോകും. അല്ലെങ്കിൽ നമ്മൾ UAE പോവുകയാണെങ്കിൽ ദറംസ് ആക്കിക്കൊണ്ട് നമ്മൾ പോകും. എന്താ കാര്യം? അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ വെള്ളം കുടിക്കണമെങ്കിൽ ദറംസ് വേണം. അല്ല ഇന്ത്യൻ റുപ്പീസ് കൊണ്ട് 500 രൂപ അങ്ങോട്ട് കൊണ്ട് വീശിയിട്ട് കാര്യമൊന്നുമില്ല. അവർ ചുരുട്ടിയെടുത്ത് ദൂരെ കളയും. അവർ പറയും ഇതിനിവിടെ ഒരു വിലയില്ല. സ്തോത്രം. ഇതുപോലെയാ സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ അവിടെ വേറൊരു കറൻസിയാണ്. ഇവിടത്തെ കറൻസി അല്ല അവിടെ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ നിന്നുകൊണ്ട് അവിടുത്തെ അക്കൗണ്ട് നമുക്ക് നിറയ്ക്കാം. ഇവിടെ നിന്നുകൊണ്ട് അവിടുത്തെ അക്കൗണ്ടിൽ നമുക്ക് കൂട്ടി വെക്കാം. എങ്ങനെയാ? ഓരോ ആത്മാക്കളെ നീ നേടുമ്പോഴും ഈ മുഴുവൻ ലോകത്തേക്കാൾ വില നിന്റെ അക്കൗണ്ടിൽ അവിടെ വരുമെന്ന് അതനുസരിച്ചുള്ളതാ നിനക്ക് അവിടെ കിട്ടാൻ പോകുന്നത്. അതുകൊണ്ടാ സ്വർഗത്തിൽ വീടുണ്ടോ? വീടുണ്ടോ സ്വർഗത്തിൽ? ഉണ്ടോ? കണ്ടിട്ടുണ്ടോ? മിണ്ടുന്നില്ല. കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? എന്തുകൊണ്ട് വിശ്വസിക്കുക? കർത്താവ് പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുക അല്ലേ? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അത് വിശ്വസിക്കുക. ഈ ക്രിസ്തീയ മാർഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണെന്നറിയാമോ? വിശ്വസിക്കുക പിന്നെ കാണുക എന്നുള്ളതാണ്. ആദ്യം വിശ്വസിക്കുക പിന്നെ കാണുക. പക്ഷെ പിശാച് നേരെ തിരിച്ചാ. ആദ്യം കാണുക പിന്നെ വിശ്വസിക്കുക. യേശുവിൻ്റെ അടുക്ക വന്നിട്ട് അവൻ പറഞ്ഞെന്താ? നീ കണ്ടോ? നീ കണ്ടിട്ട് വിശ്വസിച്ചാൽ മതി. ഈ കാണുന്നത് മുഴുവൻ ഞാൻ നിനക്ക് തരാം, നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി. അപ്പൊ പിശാചിന്റെ പരിപാടി കാണിച്ചു കൊടുത്ത് വിശ്വസിപ്പിക്കുക. ദൈവത്തിന്റെ പരിപാടി വിശ്വസിച്ചിട്ട് കാണുക. ഇതിലേതാ നമുക്ക് എളുപ്പം? നമുക്ക് എളുപ്പം കണ്ടിട്ട് വിശ്വസിക്കുന്ന അല്ലേ? നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഇന്നോവ ക്രിസ്റ്റ കൊണ്ടയിട്ടിട്ട് പറയാ ഇത് നിങ്ങൾക്കുള്ളതാന്ന് പറയുക. അതാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങൾക്കൊരു ക്രിസ്റ്റ വരാൻ പോകുന്നു എന്ന് പറയുന്നതാണോ വിശ്വസിക്കുന്നത്? ഉറപ്പായിട്ടും മുറ്റത്ത് കിടക്കുന്ന ക്രിസ്റ്റയാണ് നമ്മൾ വിശ്വസിക്കുകയുള്ളൂ. കാരണം ഇത് നമുക്ക് ഉറപ്പായല്ലോ, ഇനി ഇവൻ ഇത് എടുത്തോണ്ട് പോകത്തില്ലെന്ന് ഉറപ്പായല്ലോ. താക്കോല് കൊണ്ട് കൈ തന്നിട്ടാ പറയുന്നത് ഇത് നിനക്കുള്ളതാണെന്ന്. മറ്റേത് വരും എന്ന് പറയുന്നതേ ഉള്ളൂ, വരുവോ ഇല്ലയോ നമുക്ക് ഉറപ്പൊന്നും ഇല്ല. സ്തോത്രം. അപ്പം ദൈവത്തിന്റെ വിശ്വാസവും പിശാചിന്റെ ചതിയും നമ്മൾ തിരിച്ചറിയണം. ദൈവിക വിശ്വാസത്തിന്റെ പ്രത്യേകത ആദ്യം നീ വിശ്വസിക്കുക പിന്നെ കാണുക. പിശാച് പറയുന്നു അങ്ങനെയൊന്നും വേണ്ട, നീ അങ്ങനെ കഷ്ടപ്പെടുകയൊന്നും വേണ്ട, ആദ്യം നീ കാണുക എന്നിട്ട് നീ എന്ത് ചെയ്താൽ മതി? വിശ്വസിച്ചാൽ മതി. പിശാച് ഇങ്ങനെ കാണിച്ചു തരും, ഒത്തിരി കാര്യങ്ങൾ കാണിച്ചു തരും. ഒരു എക്സാമ്പിൾ പറയാം. നമുക്കൊരു തലവേദന ഒരു ദിവസം വന്നിരിക്കട്ടെ, തലവേദന. ഉടനെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അന്നേരം നമ്മളെ ഫോൺ ചെയ്യുന്നു. ഉടനെ അവരോട് പറഞ്ഞു എന്നാന്നറിയത്തില്ലടി ഭയങ്കര തലവേദനയാ.
ഉടനെ കൂട്ടുകാരിയുടെ വക ഒരു ചോദ്യം. ഈ നമ്മുടെ ഇടയിൽ ഒരുപാട് മുറിവൈദ്യന്മാരുണ്ട്, ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം എന്നാന്നറിയത്തില്ല, നടുവിനൊരു വേദന എന്ന് പറഞ്ഞ ഉടനെ പറയും അത് സെറിബ്രത്തിനും സെറിബല്ലത്തിനും മിഡിലെ ഒമ്പളങ്കേറ്റയ്ക്കും എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. ഈ സാധനം എന്നാന്ന് പോലും അറിയത്തില്ലാത്ത പുള്ളിയായിരിക്കും. എന്നിട്ടൊരു 1500 മരുന്നും പറഞ്ഞു തരും. അത് മുരിങ്ങയിലയും നറുനീണ്ടിയും അരച്ച്, ഞാൻ ചുമ്മാ പറയുന്ന കേട്ടോ, എൻ്റെ വായി വന്ന വാക്കുകൾ അങ്ങ് പറഞ്ഞതാ, ഇതൊന്നും അരച്ച് തേച്ചേക്കല്ലേ. സ്തോത്രം. മാവലിയും പ്ലാവലിയും എല്ലാം കൂടെ അരച്ച് തേച്ചാൽ മതി. ഇത് ചുമ്മാ നാട്ടുവൈദ്യമായിട്ട് നടക്കുക കുറേ ആളുകൾ. അപ്പൊ കൂട്ടുകാരി ചോദിച്ചു, എടി തലയുടെ പുറകുവശത്തായിട്ടാണോ വേദന? ഉടനെ നമ്മൾ പുറകുവശത്തൊക്കെ ആയിട്ട് വരും. ഉടനെ അവളുടെ പുറകുവശത്താണ്, സൂക്ഷിക്കണം, ബ്രെയിൻ ട്യൂമറായിരിക്കും. ബ്രെയിൻ ട്യൂമറായിരിക്കും. തമാശ അല്ല. ഞങ്ങളുടെ സൂസമ്മയില്ലായിരുന്നു, നമ്മുടെ അപ്പുറത്തെ താമസിച്ച സൂസമ്മയ്ക്ക് ഇതുപോലെ ആയിരുന്നു. തലയുടെ ഇങ്ങനെ പുറകിൽ ഇങ്ങനെ വേദന തുടങ്ങി. ഇവളിതും വെച്ചുണ്ടെങ്കിൽ നടന്നു, ചുമ്മാ വേദനയാണെന്നും പറഞ്ഞിങ്ങനെ നടന്നു. ഒരു ദിവസം പടച്ചു കെട്ടി താഴെ വീണു. ആശുപത്രി കൊണ്ടുപോയി സ്കാൻ ചെയ്ത് നോക്കുമ്പോഴല്ലേ ബ്രെയിൻ ട്യൂമറാ. അതുകൊണ്ട് സൂക്ഷിക്കണം. ഈ സംഭവം നടന്നപ്പോൾ എന്താണ് അവിടെ നടന്നതെന്നറിയോ? പിശാചി കാണിച്ചു കൊടുത്തു, ബ്രെയിൻ ട്യൂമറാണ് നിനക്ക്. ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഈ സഹോദരി. അന്നേരം മുതൽ ഇവള് പറയാൻ തുടങ്ങി, ബ്രെയിൻ ട്യൂമറാന്ന് തോന്നുന്നു അല്ലേ. ഭർത്താവിനോട് പറയും, ഞാൻ എന്തേലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. എന്താ, ചാകാൻ തയ്യാറാകുക ഇനി. സ്തോത്രം. ഒരു കുഴപ്പമില്ലാത്തയാണ്, മരിക്കാൻ തയ്യാറാകുക. സ്തോത്രം. എന്നോട് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ദൈവദാസൻ, ഞാൻ പേര് പറയുന്നില്ല, പേര് പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട്, രസകരമായൊരു സംഭവം. ഇദ്ദേഹം ഒരു സ്ഥലത്തൊരു മീറ്റിങ്ങിന് ചെന്നപ്പോൾ ഒരു സഹോദരി കിടപ്പ, എഴുന്നേക്കത്തില്ല. ഇവര് എന്ത് ചെയ്ത് എഴുന്നേക്കത്തില്ല. ഒത്തിരി പാസ്റ്റർമാർ വന്ന് പ്രാർത്ഥിച്ചു, ഇവർ എഴുന്നേക്കത്തില്ല. അപ്പൊ ഇദ്ദേഹം അവിടെ ചെന്നപ്പോൾ ദൈവാത്മാവ് ഇദ്ദേഹത്തോട് പറഞ്ഞു, ഇവർക്ക് അസുഖമൊന്നുമല്ല, ഇത് മനസ്സിന്റെ ഒരിതാണ്. അപ്പം പുള്ളിക്കാരൻ അതൊക്കെ പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. അപ്പൊ പിന്നെ ഒരു രക്ഷയേ ഉള്ളൂ. പുള്ളി പറഞ്ഞു, ഇതിന് വിടുതലുണ്ട്, പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്തോ ചെയ്യണ്ട, എന്നാ വേണേലും ചെയ്യാം. ഭർത്താവ് ഇങ്ങനെ ജില്ലെന്ന് നിൽക്കുക, എന്ത് വേണേലും ചെയ്യാമെന്നും പറഞ്ഞു. കാരണം എന്നും വയ്യ എന്നും പറഞ്ഞ ഈ പുള്ളിക്കാരി ഇങ്ങനെ കിടക്കുന്നു. അപ്പം ഈ പാസ്റ്റർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു 3 വട്ടം ഈ സഹോദരിയുടെ കയ്യെ പിടിച്ചുകൊണ്ട് ഈ വീടിന് ചുറ്റും നടക്കണമെന്ന് പറഞ്ഞു. ആദ്യം നടക്കണം, 2ാമത്തെ വട്ടം ഓടണം, 3ാമത്തെ വട്ടം നല്ല സ്പീഡിൽ ഓടണം. ആ 3 പ്രാവശ്യം കറങ്ങി വരുമ്പം ഇവള് നടക്കുമെന്ന് പറഞ്ഞു. ഉടനെ ഭർത്താവിന് വലിയ സന്തോഷമായി. ഭർത്താവ് പറഞ്ഞു, എഴുന്നേക്ക, നമുക്ക് നടക്കാം. അവളോ, അയ്യോ ഞാൻ എഴുന്നേക്കുവാൻ, ഞാൻ എങ്ങനെ എഴുന്നേക്കാൻ, എനിക്ക് എഴുന്നേക്കാനൊന്നും പറ്റത്തില്ല. ഭർത്താവ് അങ്ങോട്ട് വലിച്ചു പൊക്കി തോളയിലോട്ടിട്ടു. ഇട്ടിട്ട് ആദ്യത്തെ റൗണ്ട് അടിക്കുന്ന സമയത്ത് ഇവളുടെ കാല് തറയിൽ കിടന്ന് ഇങ്ങനെ വലിയുക. കാല് കുത്തുന്നില്ല, വയ്യല്ലോ, കാല് കുത്തുന്നില്ല, കാലിങ്ങനെ വലിഞ്ഞ് തൊലി പോയി തുടങ്ങിയപ്പോൾ പയ്യെ കാല് കുത്താൻ തുടങ്ങി, വേദനിച്ചിട്ട് കാല് കുത്താൻ തുടങ്ങി. 2ാമത്തെ പ്രാവശ്യം ഓടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മനുഷ്യൻ ഓടുന്നതനുസരിച്ച് ഇവരും എന്ത് ചെയ്യാൻ തുടങ്ങി, കാലുകുത്തി ഓടാൻ തുടങ്ങി. 3ാമത്തെ പ്രാവശ്യം പാസ്റ്റർ പറഞ്ഞു, വിട്ടേക്കാൻ പറഞ്ഞവരെ. അവർ ഇങ്ങേര് ഓടുന്നതിനേക്കാളും സ്പീഡിൽ ഓടി തിരിച്ചു വന്നു. സ്തോത്രം. അത്രേ ഉള്ളായിരുന്നു. സ്തോത്രം. അന്നേരം അവിടെ വയ്യാഴികയെല്ലാം എന്ത് ചെയ്തു, അങ്ങ് മാറി. ചിലരിങ്ങനെയാ, അവര് തന്നെ പറഞ്ഞങ്ങ് വെച്ചേക്കുക, എനിക്ക് വയ്യ. ചിലരെ കണ്ടിട്ടില്ലേ, ഒരു ദിവസം 1000 വട്ടം പറയും, എന്നാന്നറിയത്തില്ല, ക്ഷീണമാണ്, വയ്യ, അങ്ങ് തളരുക. സ്തോത്രം. ഒന്നും സംഭവിക്കുന്നില്ല. നീ ധൈര്യത്തോടെ അങ്ങ് നടന്നേ. സ്തോത്രം. നിനക്ക് ഒരു പ്രശ്നവും ഇല്ലെന്നും പറഞ്ഞ് നടന്നേ. എനിക്ക് പൂർണ്ണ ആരോഗ്യമാണെന്ന് പറഞ്ഞ് നടന്നേ. സ്തോത്രം. നീ ഒരു ദൈവവൈതലും കൂടെ ആണെങ്കിൽ നിനക്ക് ധൈര്യത്തോടെ നടക്കാം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് പറഞ്ഞ് അധികാരത്തോടെ എഴുന്നേറ്റങ്ങ് നടന്നേ. ദൈവികമായ ഒരു അത്ഭുതം നിന്റെ മേൽ വ്യാപരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നമ്മളെ ചിലത് കാണിച്ചു തന്ന് പിശാച് പറയും, കണ്ടോ, നിനക്കിന്ന പോലൊരു പ്രശ്നമുണ്ട്, ഇത് ഇന്നയാൾക്കും ഉണ്ടായിരുന്നതാ, ഇന്നയാളും ഇങ്ങനെയാണ് മരിച്ചത്. ഇതെല്ലാം പിശാച് കാണിച്ചു തരും. ഇത് കാണിച്ചു തരുമ്പം പറയാ, പിശാചേ, നീ കാണിച്ചു തരുന്നതല്ല, ഞാൻ കാണാതെ ഒന്ന് വിശ്വസിക്കുന്നു. ഇനി എനിക്ക് ബ്രെയിൻ ട്യൂമർ ആണെങ്കിലും 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ എൻ്റെ അരുമനാഥൻ പിടഞ്ഞു മരിച്ചപ്പോൾ എൻ്റെ രോഗങ്ങളും എൻ്റെ വേദനകളും ആ കാൽവറി ക്രൂശിൽ അവൻ എടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ യേശുവിൻ്റെ രക്തത്താൽ ഞാൻ സൗഖ്യം പ്രാപിക്കുകയാണ്. അത് കണ്ടിട്ടല്ല വിശ്വസിക്കുന്നത്, അത് കാണാതെ വിശ്വസിക്കുക. അതുകൊണ്ട് യേശു പറഞ്ഞത്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്വർഗത്തിൽ നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്?
വീടുണ്ട്. നമ്മൾ വേറൊരു കാര്യം പറയാൻ വന്നതാണ്, അന്നേരമാണ് വിശ്വാസത്തിലേക്ക് പോയത്. സ്വർഗത്തിൽ എല്ലാവർക്കും വീടുണ്ട്. ഈ വീടിന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നറിയോ? ആ വീടിൻ്റെ വലുപ്പവും ഭംഗിയും എല്ലാം ഇവിടുത്തെ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാനൊരു സംഭവം കേട്ടിട്ടുണ്ട്. ഒരു ദൈവദാസന്, വിദേശത്തുള്ളൊരു അറിയപ്പെടുന്നൊരു ദൈവദാസൻ, ഇദ്ദേഹം ഒരിക്കലും ദർശനം കണ്ടതാ. ഇയാൾ മരിച്ചു, സ്വർഗത്തിൽ ചെന്നു. ദൂതൻ ഇദ്ദേഹത്തെ ഇങ്ങനെ കൊണ്ടു നടന്ന് കാണിക്കുക, ഓരോ വീടുകൾ ഇങ്ങനെ കാണിക്കുക. ഇപ്പോൾ പോകുന്ന വഴിക്ക് കാണിച്ചു, ഇതിന്ന പാസ്റ്ററുടെ വീടാണ്, ഇതിന്ന വിശ്വാസിയുടെ വീടാണ്, ഇതിന്ന അമ്മച്ചിയുടെ വീടാണ്. ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പോയി കുറേ ദൂരം അങ്ങോട്ട് ചെന്നിട്ടൊരു വലിയൊരു വീട് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അവരുടെ സഭയിൽ ഏറ്റവും പുറകിലിരുന്ന് ആരാധിക്കുന്ന ഒരു പാവം പിടിച്ച അമ്മച്ചി ആർക്കും അറിയത്തൊന്നുമില്ല, ഒരു പാവം പിടിച്ച അമ്മച്ചി ഇങ്ങനെ എല്ലാ ആരാധനയ്ക്കും വരും, എല്ലാ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കും വരും, എല്ലാ ഞായറാഴ്ച പ്രാർത്ഥനയ്ക്കും വരും, എല്ലാ സ്പെഷ്യൽ മീറ്റിങ്ങുകൾക്കും വരും. എല്ലാത്തിനും ആദ്യം അമ്മച്ചി ഉണ്ടാവും, ഏറ്റവും അവസാനമേ പോകത്തുള്ളൂ. ചർച്ചുമൊക്കെ തൂത്ത് വൃത്തിയാക്കി മനോഹരമാക്കിയിട്ട് അമ്മച്ചി പോകത്തുള്ളൂ. അങ്ങനെ ഒരു അമ്മച്ചി, ആ അമ്മച്ചിയുടെ വീടാന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാസ്റ്റർക്ക് വലിയ സന്തോഷമായി. എടാ, എൻ്റെ സഭയിലെ അമ്മച്ചിയുടെ വീട് ഇതാണെങ്കിൽ എൻ്റെ വീട് എന്തായിരിക്കും? അതാ സന്തോഷം വന്നേ. അല്ലാതെ അമ്മച്ചിക്ക് നല്ലത് കിട്ടിയത് കൊണ്ടല്ല, അമ്മച്ചിയുടെ വീട് ഇതാണെങ്കിൽ എൻ്റെ വീട് എന്തായിരിക്കും എന്നോർത്ത് ഇങ്ങനെ പോവുക. കുറേ ദൂരം ചെന്നപ്പോൾ ദൂതൻ ഒരു ചെറിയ കുടില് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞത് ഇതാന്ന് പറഞ്ഞു വീട്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇത് നടക്കുകയല്ല, ഇത് അനീതിയാണ്, ദൈവം അനീതി ഇല്ലാത്തവനാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഫയൽ മാറിപ്പോയതായിരിക്കും, വീട്ടു നമ്പർ തെറ്റിപ്പോയതായിരിക്കും, ഈ വീടായിരിക്കത്തില്ല എനിക്ക്. കാരണം ഞങ്ങളുടെ അമ്മച്ചിയുടെ വീട് അത്രയും വലുതാണെങ്കിൽ എന്തായാലും അതിനേക്കാൾ ഒരു മുറിയെങ്കിലും കൂടെ കൂടുതലുള്ളതേ എനിക്ക് വരത്തുള്ളൂ. ദൂതൻ പറഞ്ഞു, തെറ്റിയിട്ടൊന്നുമില്ല, ഇത് തന്നെയാണ് നിങ്ങളുടെ വീട്. അപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, അതെന്താ അമ്മച്ചിക്ക് അത്രയും വലിയ വീട് കിട്ടിയത്? അപ്പം ഈ ദൂതൻ ഈ ദേവദാസനോട് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: നിങ്ങൾ ലോകരാജ്യങ്ങളിൽ പോയി പ്രസംഗിച്ചു, ശരിയാണ്, നിങ്ങൾ ഒരുപാട് ശുശ്രൂഷകൾ ചെയ്ത്, ശരിയാണ്. പക്ഷേ നിങ്ങളെക്കാൾ അധികം സമയം വീടിനകത്തിരുന്ന് ഓരോ രാജ്യങ്ങൾക്ക് വേണ്ടിയും ഓരോ സ്റ്റേറ്റുകൾക്ക് വേണ്ടിയും നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു മാതാവുണ്ട്. ഇവരുടെ പ്രാർത്ഥനയാൽ രക്ഷിക്കപ്പെട്ട ലക്ഷക്കണക്കിന് വ്യക്തികളുണ്ട്. ആ ഓരോ വ്യക്തികളുടെയും ആത്മാവിൻ്റെ വിലയുടെ കണക്കനുസരിച്ചാണ് ആ മാതാവിനിവിടെ വീട് പണിത് വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അന്ന് ആ ദൈവദാസൻ ആ പുസ്തകം എഴുതി അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെയാണത് അവസാനിപ്പിക്കുന്നത്: നമ്മൾ അധികം ഓടുന്നത് കൊണ്ട് കാര്യമില്ല, ലക്ഷ്യമില്ലാതെ ഓടുന്നത് കൊണ്ട് കാര്യമില്ല. നമ്മൾ ഓടുന്നില്ലെങ്കിലും നിൽക്കുകയാണെങ്കിലും അവിടെ നിന്നുകൊണ്ട് ദൈവഹിതം ചെയ്താലാണ് അതിന് പ്രയോജനമുള്ളത്. സ്തോത്രം. ഇന്ന് പകൽ ഞാൻ പറയാം, ഒരുപക്ഷെ വലിയ അറിയപ്പെടുന്ന ആളൊന്നും ആയിരിക്കത്തില്ല നമ്മൾ, ആർക്കും നമ്മളെ അറിയത്തുമില്ലായിരിക്കും, നമുക്ക് വലിയ പ്രസംഗ പാഠവുമില്ലായിരിക്കും, സുവിശേഷം പറയാനുള്ള കഴിവുമില്ലായിരിക്കും. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ലേ? കഴിയും. സ്തോത്രം. ചിലർ പറയുന്നത്, എൻ്റെ പാസ്റ്റർ എത്ര പ്രാർത്ഥിച്ചാലും 5 മിനിറ്റ് കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല, വിഷയമില്ല പോകാൻ. പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഓരോരുത്തർ ഇവിടെ 6 മണിക്കൂർ 7 മണിക്കൂർ പ്രാർത്ഥിക്കുന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. കാരണം എൻ്റെ പ്രാർത്ഥന 5 മിനിറ്റ് കൂടുതൽ പോകുന്നില്ല. ഇതെന്താ ഈ 5 മിനിറ്റ് കൂടുതൽ പോകാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയോ? നിങ്ങളുടെ സർക്കിൾ ചെറുതായതുകൊണ്ടാണ്. നിങ്ങളുടെ സർക്കിളിൽ ആരൊക്കെയാണ് വരുന്നത്? നിങ്ങൾ വരും, നിങ്ങളുടെ ഭർത്താവ് വരും, അല്ലെ ഭാര്യ വരും, മക്കൾ വരും, അപ്പൻ വരും, അമ്മ വരും, അത്രേ ഉള്ളൂ. സർക്കിൾ തീർന്നു. ഇതിന് 5 മിനിറ്റ് എന്തിനാ? 1 മിനിറ്റ് പോലും വേണ്ട. ഇതിനെ വലിച്ചു നീട്ടി 5 മിനിറ്റ് വരെ ആക്കും. എന്നിട്ടാ പറയുന്നത് അങ്ങോട്ട് വിഷയമില്ല. വിഷയം ഞങ്ങൾ പറഞ്ഞു തരാം, ഇഷ്ടംപോലെ വിഷയം തരാം. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ അയൽവക്ക കുടുംബം, നിങ്ങളുടെ ആ വാർഡ്, നിങ്ങളുടെ ആ പഞ്ചായത്ത്, ആ പഞ്ചായത്തിൽ എത്ര വാർഡുകളുണ്ട്, ആ വാർഡുകൾ ഇതൊക്കെ അറിയാൻ മേലേ? സ്തോത്രം. അവർക്കൊക്കെ വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറിന് വേണ്ടി പ്രാർത്ഥിച്ച്, നിങ്ങളുടെ വാർഡ് മെമ്പേഴ്സിന് വേണ്ടി പ്രാർത്ഥിച്ച്, സ്തോത്രം, നിങ്ങളുടെ ആ ഡിസ്ട്രിക്റ്റിന് വേണ്ടി പ്രാർത്ഥിച്ച്, അത് കഴിഞ്ഞ് സ്റ്റേറ്റിന് വേണ്ടി പ്രാർത്ഥിച്ച്, ഓരോ ഡിസ്ട്രിക്റ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, എന്നിട്ട് സ്തോത്രം ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, എന്നിട്ട് പാകിസ്ഥാന് വേണ്ടി പ്രാർത്ഥിച്ച്, എന്നിട്ട് നേപ്പാളിന് വേണ്ടി പ്രാർത്ഥിച്ച്, ഇങ്ങനെ പ്രാർത്ഥിച്ച് 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 അങ്ങ് പൊക്കെ 24 മണിക്കൂർ തികയല്ല പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഇപ്പം പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല പാസ്റ്റർ. ഞങ്ങൾക്ക് ഇവിടെ വീട് കിട്ടണം, കാറ് കിട്ടണം, സൗഖ്യം കിട്ടണം, അതൊക്കെയാണ് ഞങ്ങളുടെ വിഷയം. ഇതാ കിട്ടാത്ത. നമ്മൾ ഒരിക്കലും വേറൊരാൾക്ക് വേണ്ടി എന്ത് ചെയ്യത്തില്ല? പ്രാർത്ഥിക്കുകയില്ല. അതാണ് നമ്മുടെ വിഷയം. ഞങ്ങളെ ഇന്നലെ ബൈബിൾ ക്ലാസ് ഉണ്ടായിരുന്നു. ബൈബിൾ ക്ലാസ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ദൈവം ഒരു വെളിപ്പാട് എനിക്ക് തരുന്നത്. ആ വെളിപ്പാട് എന്താണെന്നറിയോ? ഈ അബ്രഹാമിൻ്റെ ഭാര്യ വന്ധ്യയായിരുന്നപ്പോൾ അബീമലേക്കിൻ്റെ
കുടുംബത്തിൽ ഉള്ള വന്ധ്യമാർക്ക് വേണ്ടി അബ്രഹാം പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് മനസ്സിലായോ? ജാതീയ രാജാവായ അബീമലേക്കിൻ്റെ കുടുംബത്തിലുള്ള വന്ധ്യകളായ സ്ത്രീകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സത്യത്തിൽ അബ്രഹാം പ്രാർത്ഥിക്കേണ്ടത് ആർക്ക് വേണ്ടിയാണ്? സാറയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ കുടുംബത്തിൽ ഇത്രയും വലിയൊരു പ്രശ്നം കിടക്കുമ്പോൾ നമ്മളെങ്ങനെ ഇതേ പ്രശ്നമുള്ള വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും? ഇത് ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. നിനക്ക് മറുപടി താമസിക്കുമ്പോൾ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ചിലർക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാക്. അബ്രഹാം അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അബീമലേക്കിന്റെ കുടുംബത്തിലെ വന്ധ്യകൾ മാത്രമല്ല, അബ്രഹാമിന്റെ ഭാര്യ സാറയും ഗർഭം ധരിപ്പാനിടയായി തീർന്നു. ഇന്ന് പകലൊന്ന് ഞാൻ വിളിച്ചു പറയാം, നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നിന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നിനക്കറിയത്തില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അവസ്ഥയ്ക്ക് ദൈവം ഭേദം വരുത്തും. യോബിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുക, യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എപ്പോഴാ? ഇങ്ങേര് തന്നെ അടിപറ്റി കിടക്കുക. ആ സമയത്തും ഇങ്ങേര് ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? നമ്മൾ വലിയൊരു പ്രശ്നത്തിൽ കിടക്കുമ്പോൾ നമ്മുടെ പ്രശ്നം മാറ്റി വെച്ചിട്ട് വേറൊരാളുടെ പ്രശ്നത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? ഇതിനുള്ള തെളിവുകൾ ആ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നേ. പ്രിയരെ, നമ്മുടെ പ്രശ്നത്തെക്കാൾ, നമ്മുടെ വിഷയത്തെക്കാൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, മറ്റുള്ളവരുടെ വിടുതലിന് വേണ്ടി ആഗ്രഹിക്കാൻ നമ്മൾ തയ്യാറാകണം. ഞാൻ കേട്ടിട്ടുള്ള ഒരു സംഭവമുണ്ട്. ലോകപ്രശസ്തനായ ഒരു കർത്താവിൻ്റെ അഭിഷിക്തൻ, അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് കൂടുന്നത്, ലക്ഷങ്ങളാണ് കൂടുന്നത്. ആയിരങ്ങളോ പതിനായിരങ്ങളോ അല്ല, ലക്ഷങ്ങൾ കൂടുന്ന മീറ്റിംഗ്. ഇദ്ദേഹത്തിന് മുൻപിൽ എത്ര വലിയ രോഗി വന്നാലും സൗഖ്യമാകും. ആ മീറ്റിങ്ങിൽ ഭൂതങ്ങളുണ്ടെങ്കിൽ അലറി ഓടും. അങ്ങനെ ശക്തനായൊരു ശുശ്രൂഷകൻ. പക്ഷേ ഈ മനുഷ്യൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിനൊരു മോളുണ്ടായിരുന്നു. അവൾ ബധിരയും മൂകയുമായിരുന്നു. അവൾ സംസാരിക്കില്ലായിരുന്നു. അവൾക്ക് ചെവി കേൾക്കില്ലായിരുന്നു. എല്ലാ ദിവസവും ഈ ലക്ഷക്കണക്കിന് ആളുകളുടെ നടുവിൽ നിന്ന് ഇദ്ദേഹം പ്രസംഗിച്ച് രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കിയിട്ട് ഇദ്ദേഹം വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മോളുടെ തലയിൽ കൈവച്ചിട്ട് ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ, ബധിരയും മൂകയുമായ എൻ്റെ കുഞ്ഞിനെ അവിടുന്ന് വിടുവിക്കണമേ, ഇവളിൽ നിന്ന് ആ ദുരാത്മാവ് വിട്ടുപോകണമേ. ഈ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. വർഷങ്ങൾ പലത് കടന്നുപോയി, ആ കുഞ്ഞിന് സൗഖ്യമില്ല. ഈ മനുഷ്യന് ഭയങ്കര സങ്കടമായി. ഇദ്ദേഹം ഒരു ദിവസം തൻ്റെ പ്രാർത്ഥന റൂമിൽ കയറിയിരുന്ന ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വിടുതലിന് വേണ്ടി അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ കുഞ്ഞിനൊരു വിടുതൽ എന്തുകൊണ്ട് നീ എനിക്ക് തരുന്നില്ല? അദ്ദേഹം ആ റൂമിൽ കേട്ട ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദം ഇങ്ങനെയായിരുന്നു, കുഞ്ഞെ, 3.5 വർഷം ഞാൻ ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തു. ഒരിക്കൽ പോലും ഞാൻ എനിക്ക് വേണ്ടി ഒരു ശുശ്രൂഷയും ചെയ്തിട്ടില്ല. എനിക്ക് വേണ്ടി, എനിക്ക് നന്മ പ്രാപിക്കാൻ വേണ്ടി, എനിക്ക് വിടുതൽ കിട്ടാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തതെല്ലാം പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ്, എൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നവൻ്റെ ഹൃദയ തകർച്ച കണ്ട്, അവൻ്റെ കണ്ണുനീര് കണ്ടാണ് ഞാൻ ശുശ്രൂഷകൾ ചെയ്തത്. നിനക്ക് ഞാനായിട്ട് നിൽക്കണോ അതോ നിനക്ക് നീ ആയിട്ട് നിൽക്കണോ? ഇന്ന് നീ തീരുമാനിക്കാൻ പറഞ്ഞു. ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, വേണ്ട കർത്താവേ, എനിക്ക് അങ്ങയെപ്പോലെ നിന്നാൽ മതി, എനിക്കൊരു വിടുതലും വേണ്ട. നമുക്കറിയാം, യേശുവിന് സ്തോത്രം അത്ഭുതങ്ങൾ സ്വയമായി ചെയ്യാൻ പറ്റിയ എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു. തനിക്ക് വിശന്നു. വിശപ്പ് അഭിനയിച്ചെന്നല്ല കേട്ടോ, യേശുവിന് വിശന്നു. വിശന്ന സമയത്ത് അത്തിമേൽ യേശു ഫലം നോക്കിയത്, അത്തിയിൽ ഫലം കണ്ടില്ല. യേശുവിന് പറഞ്ഞുകൂടെ ഒരു 10 അത്തിപ്പഴം ഉണ്ടാകട്ടെ എന്ന് പറയത്തില്ലേ? പറഞ്ഞാൽ ഉണ്ടാവും. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ് യേശു. അതുകൊണ്ടല്ലേ കാറ്റിനെ ശാസിച്ചപ്പോൾ കാറ്റ് അവിടെ നിന്നത്? കടലെ അടങ്ങ എന്ന് പറഞ്ഞപ്പോൾ കടൽ അനങ്ങാതെ നിന്നതിൻ്റെ കാരണം എന്താ? അവന് പ്രപഞ്ചത്തിൻ്റെ മേൽ അധികാരമുണ്ട്. അങ്ങനെയെങ്കിൽ യേശുവിന് വേണ്ടി ഒരു അത്ഭുതം ചെയ്തുകൂടായിരുന്നോ? പക്ഷെ യേശു ചെയ്തില്ല. യേശു വിശന്ന് തന്നെ അവിടുന്ന് പോയെന്നാണ് നമ്മൾ കാണുന്നത്. അവൻ ഉപവസിച്ചപ്പോൾ പിശാച് വന്നിട്ട് പറഞ്ഞു, ഈ കല്ലിനോട് അപ്പമായി തീരാൻ കൽപ്പിക്ക്. സ്തോത്രം. കൽപ്പിച്ചാലാകില്ലേ? ഇതാർക്കും അറിയാം, പിശാചിനും അറിയാം. ദൈവത്തിൻ്റെ ആധികാരികതയെ, ദൈവത്തിൻ്റെ ശക്തിയെ നമ്മളെക്കാൾ നന്നായിട്ട് അറിയാവുന്ന ആളാണ് പിശാച്. അതുകൊണ്ടാണ് നമ്മളിത് അറിയരുതെന്ന് പിശാച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് വചനം പ്രസംഗിക്കുമ്പോൾ നമുക്ക് ക്ഷീണം വരും, അല്ലേ? ഉറക്കം വരും, ഇറിറ്റേറ്റഡ് ആവും. ഞാൻ ഈ ഒരുപാട് സഭകളിൽ ശുശ്രൂഷിക്കാൻ പോകുന്ന, അതുകൊണ്ട് ഞാൻ കാണാറുണ്ട്, ഈ ആരാധിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, പ്രാർത്ഥിക്കുമ്പോഴും വലിയ കുഴപ്പമില്ല, വചനം കേൾക്കാണ്ടിരിക്കുമ്പോൾ മൊത്തം പ്രശ്നമാണ്. അവിടെ അടുത്തെങ്ങാനും ഒരു കുഞ്ഞു കൊച്ചുണ്ടെങ്കിൽ മതി, ഒരു 10-15 അമ്മമാർ അന്നേരം ഉണ്ടാകും അതിനവിടെ. അത്രയും നേരം ഈ കുഞ്ഞ് അവിടെ കിടന്ന് വലിച്ചു കീറി കരഞ്ഞാൽ പോലും ആരും തിരിഞ്ഞു നോക്കത്തില്ല.
ഒരു കുഞ്ഞെന്തെങ്കിലും ഒന്ന് കളിച്ചുകൊണ്ടിരുന്നാൽ അതിനെ ഞോണ്ടുക, അതിനെ കിരുണ്ടുക. എന്താ കാര്യം എന്നറിയാവോ? എങ്ങനെയെങ്കിലും ഒന്ന് സമയം കളയുക. കാരണം പിശാചിനൊട്ടും ഇഷ്ടമില്ല നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത്. ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നത് പിശാചിന് ഇഷ്ടമല്ല. നമ്മൾ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുന്നത് പിശാചിന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് നമുക്ക് ക്ഷീണം കൊണ്ടുവരും, ഉറക്കം വരും, സമയം നോക്കും, ഇത് ഇതുവരെ തീർന്നില്ലേ, സ്തോത്രം. ആകെപ്പാടെ മൊത്തത്തിലാകെ അസ്വസ്ഥത ഉണ്ടാക്കും. എന്താ കാര്യം? നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞാൽ, അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ, സ്തോത്രം, നമ്മളിങ്ങനെ ഇരിക്കത്തില്ലെന്ന് പിശാചിനറിയാം. അതുകൊണ്ട് നിങ്ങൾ അറിയേണ്ടതുപോലെ അറിയാതിരിക്കേണ്ടതിന് അവൻ റൂട്ട് മാറ്റിവിടും. ഇന്ന് പകൽ ഞാൻ പറയാം, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവമാരെന്നറിയുവാൻ വേണ്ടിയാ. അതുകൊണ്ട് ശമരിയാക്കാരി സ്ത്രീയോട് യേശു പറഞ്ഞു, നിന്നോട് വെള്ളം കുടിപ്പാൻ ചോദിക്കുന്ന ഞാൻ ആരാണെന്ന് നീ അറിയണം. നീ ആരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നീ ആരാ? 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ നിന്റെ ഭർത്താവല്ല. ഇതാണ് നീ. ഇനി ഞാൻ ആരാണെന്ന് നീ ഒന്നറിയണം. നിന്നോട് വെള്ളം കുടിപ്പാൻ ചോദിച്ച ഞാൻ ആരാണെന്ന് നീ ഒന്നറിയണം. സ്തോത്രം. അവൾ അറിഞ്ഞപ്പോ അവൾ ആ പാത്രം അവിടെ വെച്ചിട്ട് ഒറ്റ ഓട്ടം ഓടി. സ്തോത്രം. ഒറ്റ ഓട്ടം പട്ടണത്തിലേക്ക് ഓടി. പട്ടണത്തിൽ ഓടി അവൾ തിരിച്ചു വരുമ്പോ പട്ടണം മുഴുവൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ പട്ടണത്തെ മുഴുവനായിട്ടാണ് അവൾ യേശുവിൻ്റെ അടുക്ക വരുന്നത്. എന്നെ അവിടെ ചെന്നിപ്പിച്ച രസകരമായ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഈ അവിടെ ചെന്നപ്പോ ഈ ഒന്നാമത് ഇവരെല്ലാം യഹൂദന്മാരല്ലേ, യേശുവും ശിഷ്യന്മാരെല്ലാം യഹൂദന്മാരാണ്. അപ്പൊ യഹൂദന്മാര് ശമരിയ വഴി യാത്ര ചെയ്യാറില്ല. അഥവാ യാത്ര ചെയ്യേണ്ട വന്നാൽ അതിന്റെ ഭൂമിശാസ്ത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, ആ ശമരിയയുടെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. ആ വഴിയിൽ കാൽനടയായിട്ട് ഇവർ പോകില്ല, ഇവർ വാഹനം മൃഗത്തിലേ പോകത്തുള്ളൂ. കാല് ചവിട്ടില്ല. ഒരു യഹൂദനും ശമരിയിൽ കാല് ചവിട്ടില്ല. അത്രമാത്രം അവർക്ക് അവജ്ഞയാണ്, അവർക്ക് പുച്ഛമാണ്, അവരത്രമാത്രം മോശമായിട്ട് കാണുന്ന ഒരു സ്ഥലമാണ് ശമരിയ. അപ്പൊ ഈ ശമരിയയിൽ യേശുവും ശിഷ്യന്മാരും കൂടെ വന്ന് നിൽക്കുന്നു. അതും ഏതും പോരാത്ത ഒരു സ്ത്രീ, മോശപ്പെട്ട ഒരു സ്ത്രീ, ലോകത്തിന്റെ മുൻപിൽ മോശപ്പെട്ട ഒരു സ്ത്രീ. ഈ സ്ത്രീയുടെ അടുക്കൽ വന്ന് യേശു കുടിക്കാൻ വെള്ളം ചോദിക്കുന്നു. അപ്പോഴേ ശിഷ്യന്മാർ തമ്മിൽ കിരണ്ടാൻ തുടങ്ങി. വല്ല കാര്യമുണ്ടോ? ഇതിലെ നടന്നത് തന്നെ തെറ്റ്. ഒരു യഹൂദനെ സംബന്ധിച്ച് ഇതിലെ നടക്കാൻ പാടില്ലാത്ത, നമ്മൾ നടന്നത് തന്നെ തെറ്റ്. രണ്ടാമത് വേണ്ടേ, ഒരു ശമരിയാക്കാര്യത്തിയോട് വെള്ളം ചോദിക്കുന്നു. അവള് കോരുന്ന വെള്ളം നമ്മൾ കുടിക്കണമെന്ന്. ഇത് നടക്കുകയല്ല എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ യേശു തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ പോയിട്ടേ ഇവിടെ പട്ടണത്തിൽ നല്ല പൊറോട്ടയും ബീഫും കിട്ടും, പോയി മേടിച്ചോണ്ടിരാൻ പറഞ്ഞു. 12 പേരെ പറഞ്ഞു വിട്ടു. എന്തിനാണെന്നറിയോ? ഒരാൾക്ക് ഭക്ഷണം മേടിക്കാൻ. ലോക ചരിത്രത്തിൽ ആദ്യവും അവസാനവുമായി ഒരാൾക്ക് ഭക്ഷണം മേടിക്കാൻ 12 പേര് പോയ ഒരേ ഒരു സ്ഥലം അവിടെയാണ് നമ്മൾ കാണുന്നത്. യേശു പറഞ്ഞു, വിശക്കുന്നു, പോയി ഭക്ഷണം മേടിച്ചുകൊണ്ട് വരാൻ. എന്നിട്ട് ഇവന്മാർ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ യേശു കഴിച്ചോ? ഇല്ല. യേശു പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ഒരു ആഹാരം ഞാൻ കഴിച്ചു, എനിക്കത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ യേശു എന്തിനാ ഇവന്മാരെ പറഞ്ഞു വിട്ടെ? ഒഴിവാക്കിയത്. ഇവന്മാർ അവിടെ നിന്ന് പുറകെ നിന്ന് കിരണ്ടി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. ഇവര് 12 പേര് പട്ടണത്തിലേക്ക് പോയിട്ട് 12 പേരായി തിരിച്ചു വന്നു. പക്ഷേ ഇവിടെ ഒരുത്തി തന്നോട് സംസാരിച്ചവൻ ആരെന്നറിഞ്ഞിട്ട് പട്ടണത്തിലേക്ക് പോയി. അവള് തിരിച്ചു വന്നത് ഒറ്റയ്ക്കല്ല, അവള് തിരിച്ചു വന്നത് ആ പട്ടണത്തെ മുഴുവനും കൂട്ടിക്കൊണ്ട് യേശുവിന്റെ അടുക്കൽ വന്നു. അവൾ അവരോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് അവനെ കുറിച്ച് ഒത്തിരി പറയാനൊന്നും എനിക്കറിയില്ല, പക്ഷെ മശിഹയെ ഞാൻ കണ്ടു. എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് മുഴുവൻ എന്നോട് വിളിച്ചു പറഞ്ഞ ഒരു മശിഹയെ ഞാൻ കണ്ടു. നിങ്ങൾ വന്നാൽ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതൊരു നല്ല സുവിശേഷീകരണ. അവക്ക് കൂടുതലൊന്നും അറിയത്തില്ല. യെശയ്യാ പ്രവാചകൻ 53 എഴുതിയതൊന്നും അവക്കറിയത്തില്ല, പ്രവചന കാര്യങ്ങളൊന്നും അവക്കറിയത്തില്ല. പക്ഷെ അവൾക്കാകെ ഒന്നറിയാം, ഒരുത്തൻ എന്നോട് സംസാരിച്ചു. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് മുഴുവൻ എന്നോട് വിളിച്ചു പറഞ്ഞ ഒരുവൻ, അവനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവൻ്റെ പേര് മശിഹ എന്നാണ്. ഓ സ്തോത്രം. പട്ടണം മുഴുവൻ ഇളകി വരികയാണ്. നിങ്ങൾ ഓക്കെ പ്രിയമുള്ളവരെ, വലിയ കഴിവുള്ള മിടുക്കുള്ള യേശുവിൻ്റെ കൂടെ ദീർഘവർഷങ്ങളായിട്ട് യാത്ര ചെയ്തെന്ന് പറഞ്ഞ 12 പേര് പട്ടണത്തിൽ പോയി 12 പേര് മാത്രമായി തിരിച്ചു വരുമ്പോൾ ഇവിടെ ഇതാ ഒരുവൾ പട്ടണത്തിലേക്ക് പോകുന്നു. അവൾ മടങ്ങി വരുമ്പോൾ പട്ടണത്തെ മുഴുവനായിട്ട് മടങ്ങി വരികയാണ്. ഹല്ലേലൂയ. ഇതാണ് അഭിഷേകം കേട്ടോ. അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ നീ അടങ്ങിയിരിക്കത്തില്ലെന്ന്, അറിയേണ്ടവനെ അറിയേണ്ട പോലെ അറിഞ്ഞാൽ നിന്റെ വായ അടങ്ങിയിരിക്കത്തില്ലെന്ന് ഏതൊരു വ്യക്തിയെ കണ്ടാലും നീ യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും.
ഇന്ന് പകൽ ആ ഒരു അഭിഷേകം ഈ ജനത്തിന്റെ മേൽ പകരപ്പെടട്ടെ. ഓരോ ദിവസവും തന്റെ മുൻപിൽ കാണുന്ന വ്യക്തികളോട് സുവിശേഷം പറയുന്ന, അവരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നവരായി ഈ ജനം മാറട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ നമുക്ക് മൗനമായിരിക്കാൻ കഴിയത്തില്ല. നമ്മൾ അവനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ലൈഫിൽ വലിയൊരു സംഭവം ഇന്നുണ്ടായാൽ നിങ്ങളത് എത്ര പേരോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മതിയാവും? അല്ലേ? നിങ്ങൾ വരുന്ന വഴിക്ക് ഒരു വലിയ തീപിടുത്തം കണ്ടെന്നിരിക്കട്ടെ, ഒരു വലിയ ബിൽഡിങ് കത്തുന്നത് നിങ്ങൾ കണ്ടിട്ടാ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നേ. ഇവിടെ വന്നപ്പോൾ മീറ്റിങ്ങും തുടങ്ങി, നിങ്ങളാകെ അങ്കലാപ്പിലായി. ഇതാരോടും ഒന്ന് പറയാനും പറ്റുന്നില്ല. മീറ്റിങ്ങും തുടങ്ങി, ആകെ അസ്വസ്ഥതയാ. ഇതൊന്ന് തീരാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഇതൊന്ന് തീരാൻ കാത്തിരിക്കും. എന്തിനാ? അടുത്തിരിക്കുന്നവരോട് പറയണം, എടീ ഞാൻ വന്നപ്പം വലിയൊരു ബിൽഡിങ് കത്തുന്ന ഞാൻ കണ്ടു, എന്നാ തീയായിരുന്നെന്നറിയാമോ, എന്തൊരു ചൂടായിരുന്നറിയാമോ. ഇതൊക്കെ നമ്മൾ പറയത്തില്ലേ? ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു അത്ഭുതമുണ്ട്, ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. ഇതെന്റെ മുൻപിൽ വരുന്നവരോട് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല, എനിക്കൊരു സ്വസ്ഥതയില്ല എന്നൊരവസ്ഥയാണ്. പരിശുദ്ധാത്മാഭിഷേകം ഒരുവന്റെ ഉള്ളിൽ വന്നാൽ അവൻ യേശുവിനെ വെളിപ്പെടുത്തും. ഹല്ലേലൂയ! ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അവൻ സാക്ഷിയാകും. അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാ, അല്ലേ? നമ്മൾ പോലും അറിയാതെ ആളുകൾ നമ്മളെ തിരിച്ചറിയുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ മതി, അവർക്ക് മനസ്സിലാവും. അവർ പറയും, നിങ്ങൾ പെന്തക്കോസുകാരാ അല്ലേ? അവർ പറയും. എന്താ കാര്യം എന്നറിയോ? നമ്മുടെ സംസാരം കേട്ടാൽ അറിയാം. അവരെന്ത് പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പോലും അറിയാതെ ആ വാക്ക് വരിക, ഓ ദൈവം വിടുവിക്കുന്നേ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വാക്കുകൾ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്ന് പുറത്തു വരും. കാരണം എന്താ? നമ്മുടെ അകത്ത് മുഴുവൻ കിടക്കുന്ന അതാ. എനിക്കൊരു പ്രശ്നം വന്നാലേ, എനിക്കൊരു വേദന വന്നാലേ, എനിക്കൊരു തകർച്ച വന്നാലേ, ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം പ്രാർത്ഥിക്കുകയാ. എൻ്റെ ഉള്ളിൽ നിറച്ചതാ കിടക്കുന്നേ. അതുകൊണ്ട് നിന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ യേശുവിന് കഴിയുമെന്ന് നാം പോലും അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ! ഇതിന്റെ കാരണം എന്താണെന്നറിയോ? ഇതാരും നമ്മളെ പഠിപ്പിച്ചതല്ല, ഇവിടെ ആരും നമ്മളെ നിർബന്ധിക്കുന്നതുമല്ല. പരിശുദ്ധാത്മാവ് വന്നാൽ അങ്ങനെ സംഭവിക്കും. പരിശുദ്ധാത്മാവ് വന്നാൽ നമ്മളെ കൊണ്ട് ഇത് ചെയ്യിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം! പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, പെന്തക്കോസുകാരുടെ കാര്യമല്ല. പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവർ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. പ്രൈസ് ദ ലോർഡ്, അല്ലേ? സ്തോത്രം! ഈ വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞ പെങ്കൊച്ച് അവളുടെ കൂട്ടുകാരികളോട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആരെക്കുറിച്ചായിരിക്കും? വരനെ കുറിച്ചായിരിക്കും. യോടി എന്നെ രസമാണെന്നറിയോടി കാണാൻ, നല്ല ഭംഗിയാടി കാണാൻ. സ്തോത്രം! അവരുടെ വീടും പരിസരമൊക്കെ നല്ലതാ, അവരുടെ അമ്മ നല്ലതാ, അവരുടെ പപ്പ നല്ലതാ, അല്ലേ? ഇത് അവരെക്കുറിച്ചുള്ള സംസാരങ്ങൾ മാത്രമായിരിക്കും പിന്നെ പറയാനുള്ളത്, അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മളൊരു പ്രാണനാഥനെ കണ്ടെത്തിയവരാ, നമ്മളൊരു അരുമനാഥനെ കണ്ടെത്തിയവരാ. ശാരോനിലെ പനിനീർ പുഷ്പമായവൻ, ഈ ലോകത്തിലെ ഏതൊരു സൗന്ദര്യത്തെക്കാൾ അതിസൗന്ദര്യവാനായ ഒരുവൻ. ഈ ലോകത്തിൽ ആര് നമ്മളെ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ മനസ്സിലാക്കുന്ന ഒരുവൻ, അവനെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. അവനെക്കുറിച്ച് പറയാതിരിക്കാൻ ഇനി എനിക്ക് കഴിയത്തില്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാ. ഇനി എപ്പോ വേണമെങ്കിലും എന്ത് സംഭവിക്കാം? വിവാഹം നടക്കാം. അരുമ മണവാളനുമായി ഒരു വിവാഹം നടക്കാം. ആ വിവാഹം നടക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന നിർമ്മല കന്യകയാണ് ഈ ഭൂമിയിലെ ദൈവസഭ എന്ന് പറയുന്നത്. ആ സഭയുടെ ആഗ്രഹം അതാണ്, ആ സഭയുടെ വാഞ്ച അതാണ്. ഞങ്ങളുടെ നാഥൻ എന്നാണ് വരുന്നത്? ഞങ്ങളുടെ നാഥൻ എന്നാണ് വരുന്നത്? ആ നാഥനുമായിട്ട് എന്നാണ് ഞങ്ങൾക്ക് ഒന്നാകാൻ കഴിയുന്നത്? അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു.
അതുകൊണ്ട് ക്രിസ്തീയ പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രിസ്ത്യാനികൾ പ്രതികരിക്കാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഓ സ്തോത്രം, ഞങ്ങൾക്ക് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാൻ ആഗ്രഹമുണ്ട്. ഇന്ന് പകൽ എൻ്റെ പ്രിയ കുഞ്ഞെ, ഈ പരിശുദ്ധാത്മാഭിഷേകം നിന്റെ ഉള്ളിലേക്ക് നിറങ്ങി വന്നാൽ, ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്റെ മേലെ നിറങ്ങി വന്നാൽ, അശക്തനായ നിന്നെ ശക്തനാക്കി അവൻ നിർത്തും. അശക്തിയായ നിന്നെ ശക്തയാക്കി അവൻ നിർത്തും. എന്നിട്ട് അവൻ നിന്നോട് പറയും, ഈ ശക്തി നിന്റെ മേൽ പകർന്ന് എന്തിനാണെന്നറിയാമോ? യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിൽ എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം നീ എൻ്റെ സാക്ഷിയാകാൻ വേണ്ടിയാ. ഇന്ന് പകൽ ചിലരുടെ ഉള്ളിലേക്ക് ഒരു സുവിശേഷീകരണത്തിന്റെ അഭിഷേകത്തെ ദൈവത്തിന്റെ ആത്മാവ് നൽകുകയാ. ഇന്ന് പകൽ ഇതെല്ലാവർക്കുമുള്ള ദൂതല്ല, ചിലരോട് മാത്രം ദൈവാത്മാവ് പറയുന്നു, നിന്നെ ഞാൻ നിയോഗിച്ചിറക്കാൻ പോവുകയാ. ദീർഘനാളുകളായി നീ കാത്തിരുന്നില്ലേ? നിന്റെ കാത്തിരിപ്പിന് അവസാനമായി 2026 ഈ പ്രാരംഭ ചൊവ്വാഴ്ച നിന്റെ മേലൊരു പുതിയ അഭിഷേകം പകൽ ദൈവം പകരുകയാ. നിന്റെ അശക്തികളെ ഞാൻ മാറ്റും, നിന്റെ ബലഹീനതകളെ ഞാൻ മാറ്റും. ഓ സ്തോത്രം. എന്നിട്ട് നിന്റെ മേലൊരു ശക്തി ഞാൻ നിറയ്ക്കും. ആ ശക്തി നിന്റെ മേൽ വരുമ്പോൾ യെരുശലേമിലും യഹൂദിയയിലും ഓ സ്തോത്ര ശമരിയയിൽ എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം നീ എന്റെ സാക്ഷിയാകും. നീ പോലും അറിയാതെ നീ ഒരാളെ ഫോൺ ചെയ്താൽ, ഓ സ്തോത്രം, നീ പോലും അറിയാതെ നീ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയാൽ, നീ പോലും അറിയാതെ ഒരു വ്യക്തി നിന്റെ വീട്ടിൽ കയറി വന്നാൽ, ഓ സ്തോത്രം, നിന്നിൽ നിന്ന് പുറപ്പെടുന്ന അഭിഷേകത്തിന്റെ ശക്തിയുണ്ടല്ലോ, ആ വ്യക്തിയെ യേശുവിലേക്ക് നയിക്കും. വൈഡാമനാദികൾ കമനഘടകസ്. ഇന്ന് പകൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഇതിന് നടുവിൽ ചിലരുടെ മേൽ കർത്താവ് അഭിഷേകം പകരുകയാ. ആ ഒരു ദൈവിക ശക്തി ഇന്ന് പകൽ ചിലരുടെ മേൽ ദൈവം പകരുകയാ. അത് പ്രാപിച്ചെടുത്തോ. നിന്നെ അതിനായി ദൈവം നിയോഗിക്കുകയാ. ദീർഘനാളുകളായി നീ കാത്തിരുന്നത്, നീ ആഗ്രഹിച്ചത്, ആ ഒരു അഭിഷേകം ഇന്ന് പകൽ കർത്താവ് നിന്റെ മേൽ പകരുകയാ. നീ അവന്റെ കാര്യം നോക്കാൻ ഇറങ്ങിയാൽ, നിന്റെ കാര്യം നോക്കാൻ അവൻ വിശ്വസ്തനാകട്ടോ. നിന്റെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ട് ഇറങ്ങാമെന്നല്ല. കർത്താവേ, ഞാൻ അങ്ങയുടെ കാര്യം നോക്കാൻ ഇറങ്ങുക, അങ്ങയുടെ നിയോഗത്തിനായി ഞാൻ ഇറങ്ങുക, അങ്ങ് എന്റെ കാര്യം നോക്കണമേ എന്ന് പറഞ്ഞ് ഇന്ന് പകൽ എത്ര പേര് തയ്യാറാകും? കർത്താവേ, ഞാൻ ഇറങ്ങാൻ തയ്യാറാണ്. അങ്ങയുടെ നാമത്തിന് വേണ്ടി നിൽക്കാൻ ഞാൻ തയ്യാറാ. ഞാൻ ഓടാൻ തയ്യാറാ. ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറാ. എൻ്റെ ജീവനെ കൂടെ വെച്ച് കളയാൻ ഞാൻ തയ്യാറാ. കർത്താവേ, എന്നെ നിയോഗിക്കണമേ, എന്നെ നിയോഗിക്കണമേ, എന്നെ നിയോഗിക്കണമേ. ഇന്ന് പകൽ എത്ര പേര് പറയും, ഓ റാൽമാനിയ അറകൽ കമനഘടകസിയ. എൻ്റെ കുഞ്ഞെ, സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നത് മാത്രമല്ല ശുശ്രൂഷ കേട്ടോ. നീ ഒരു വ്യക്തിയോട് സുവിശേഷം പറഞ്ഞാൽ, ഒരു വ്യക്തിക്ക് നീ ആശ്വാസമായാൽ, ഒരു വ്യക്തിക്ക് നീ വിടുതലായാൽ, അതും സുവിശേഷ വേലയാ. അത് സുവിശേഷ വേലയാ കേട്ടോ. അത് നിന്നിലൂടെ ദൈവം ചെയ്യുന്ന ദൈവിക ശുശ്രൂഷയാണെന്ന് ഇന്ന് പകൽ നീ തിരിച്ചറിയണം. അതിനായി ഇന്ന് പകൽ ചിലരെ ദൈവം നിയോഗിക്കുകയാ. ആ ശമരിയക്കാരി സ്ത്രീയുടെ ഉള്ളിൽ വീണ തീ, അതുമായി അവൾ വീട്ടിലേക്ക് പോയില്ല. അവൾ പട്ടണത്തിലേക്ക് ഇറങ്ങി. അവൾ പട്ടണത്തിലേക്ക് ഇറങ്ങി. ആ പട്ടണത്തെ മുഴുവൻ പിടിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് അവൾ വന്നു. ഇന്ന് പകൽ കുഞ്ഞെ, നിനക്ക് ലഭിച്ച വിടുതലുമായി നീ വീട്ടിലേക്ക് പോകാനല്ല, നിനക്ക് നീ പ്രാപിച്ച അത്ഭുതവുമായി, ഓ സ്തോത്രം, നിന്റെ വീട്ടുകാരുമായി പറയാനല്ല. നീ പ്രാപിച്ച വിടുതലുമായി നീ ലോകത്തിലേക്ക് ഇറങ്ങുക, നിന്റെ പട്ടണത്തിലേക്ക് ഇറങ്ങുക, നിന്റെ അയൽവക്ക വീടുകളിലേക്ക് ഇറങ്ങുക. നീ അവരോട് യേശുവിനെ കുറിച്ച് പറയുക. ഓ സ്തോത്രം, നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്താൻ യേശുവിന് കഴിയുമെന്ന് നീ പറയുക. നിന്റെ മേലൊരു അഭിഷേകം ഉണ്ട് കേട്ടോ. ഈ അഭിഷേകവുമായിട്ട് നീ ഒരു വീട്ടിൽ കാല് ചവിട്ടിയാൽ ആ വീടിന്റെ മേൽ വ്യാപരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ നിന്റെ കാൽ ചുവട്ടിൽ വന്ന് പതിക്കും. ഇന്ന് പകൽ ചിലരുടെ മേൽ ദൈവം ആ അഭിഷേകം പകരുന്ന പകലാണ്. ചിലർ ആ അഭിഷേകം പ്രാപിക്കുന്ന പകലാണ്. ചിലർ ആ വിടുതൽ പ്രാപിക്കുന്ന പകലാണ്. ദീർഘനാളായി കാത്തിരുന്നത് ഇന്ന് പകൽ കർത്താവ് ചിലരുടെ മേൽ പകരുകയാണ്. ഒരു അഭിഷേകത്തിന്റെ പകർച്ച ഇന്ന് പകൽ ചിലരുടെ മേൽ ദൈവം പകരുകയാ. അത് നരിയാണിയോളമല്ല, അത് മുട്ടോളമല്ല, അത് അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു വലിയ ആത്മനദിയായി, ഓ
ഊറബലം തലഭൂഷമനാദകരം ധനതീരുക. അല്പനിമിഷം എല്ലാവരും അക്കരങ്ങൾ അടിച്ച് അന്യഭാഷകളിൽ ആ കർത്താവിനെ ഒന്ന് ആത്മാവിൽ ആരാധിച്ച് മഹത്വപ്പെടുത്തിയേ. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. ഓ നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകില്ല. ആമേൻ. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. ഓ നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകില്ല. ഓ പ്രാർത്ഥിച്ച ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടി കൊണ്ട്, മുട്ടിയാൽ തുറന്നീടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. ഓ പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടി കൊണ്ട്, മുട്ടിയാൽ തുറന്നീടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. ഓ ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. ഓ വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. ഓ നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. ഓ നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകില്ല. ആമേൻ. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ. ഓ നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകില്ല. വേഗത്തിൽ വരുമേ വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. എന്റെ കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും. കൺകളെ കാണുമേ കൺകളെ കാണുമേ കൺകളെ കാണുമേ, എൻ പ്രിയ രക്ഷകനേ. കൺകളെ കാണുമേ കൺകളെ കാണുമേ, എൻ പ്രിയ രക്ഷകനേ. സുന്ദരരൂപനേ വന്ദിതനാഥനേ, മാറനാഥ മാറനാഥ. ആമേൻ. സുന്ദരരൂപനേ വന്ദിതനാഥനേ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും. എന്റെ